ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ ഈ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ ഫ്രം ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജുകൾ കൂടെ ഉണ്ട്. അവിടെയും ഫോളോ ചെയ്യുക. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഞാൻ വെൽക്കം ചെയ്യുന്നു മിസ് UDC കുമാരി ആൻഡ് Padmasree Dr. Saroj Kumar. Welcome to the show. Hi everybody. എന്തായാലും ഹലോ എല്ലാവരുടെയും ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? 2026 ആരംഭിച്ചിരിക്കുമ്പോൾ നമ്മുടെ 2026 എനിക്കും ദിഗംബരനും ഒരു പനി പിടിച്ച വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടങ്ങി വന്നിട്ട് പനിയും പറയാൻ പാടില്ലാത്ത അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ആരോഗ്യസ്ഥിതികളൊക്കെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് പറയാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ അങ്ങനെ വൃത്തികെട്ട അസുഖങ്ങളൊന്നും അല്ല, ബട്ട് ദൈനംദിന ജീവിതത്തിലെ എന്താ ഉറക്കമില്ലായ്മ അങ്ങനത്തെ അസുഖങ്ങൾ. ഉറക്കില്ലായ്മ അസുഖമാണ്. ഉറക്കമില്ലായ്മ ചിലർക്കൊരു അസുഖമാണ്. രണ്ട് അടി കിട്ടാത്തതിന്റെ അസുഖം. ഈ ഗ്രൂപ്പിലെ ശരിക്കുള്ള 2K കുട്ടികൾ ആക്ച്വലി നമ്മുടെ സരോജും നമ്മുടെ KP ആണ്. ബട്ട് ശരിക്കുള്ള ബൂമർ, നമ്മള് ബൂമേഴ്സ് ആണെന്ന് പറയുന്നത്, ശരിക്കുള്ള ബൂമർ ഇവനാണ്. ഇവന്റെ വർത്താനം കേട്ടിട്ടില്ലേ? അതെ, പിന്നെ ഉറക്കം കിട്ടാത്ത അസുഖം. ഉറക്കം കിട്ടാത്ത ഒരു അസുഖമാണ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതല്ലല്ലോ നിങ്ങൾക്ക് ഉറങ്ങാൻ മടിയാണ്ട് ഇരിക്കുന്നതല്ലേ? പറയാൻ പറ്റില്ല, ഞങ്ങൾ രാത്രി സഞ്ചാരികളായതുകൊണ്ട്. പക്ഷെ ഞാൻ എക്കോ കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ സുഖമായി ഒന്ന് തിയേറ്ററിൽ ഉറങ്ങിയായിരുന്നു ചെറുതായിട്ട്. ആദ്യം ദിഗംബരന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തുടങ്ങാം. എനിക്കൊന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യം പടം കണ്ടത് ദിഗു ആയിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. തീർച്ചയായും എല്ലാവരും കാണും. റിലീസിന്റെ FDFS തന്നെ ഇവിടെ കനഡയിൽ ഞാൻ പോയി എക്കോ കണ്ടു. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത ആ സമയം അത് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാറുള്ള ഒരു പ്രത്യേക മണിക്കൂറായിരുന്നു. സമയത്ത് പോയതുകൊണ്ടും പിന്നെ എക്കോയ്ക്കകത്താണെങ്കിൽ ഫുള്ളും കാടും പിന്നെ മറ്റേ മലയും പട്ടിയും ഇതൊക്കെ ഞാനവിടെ ഇരുന്ന് ഉറങ്ങി. ഒരു 15 മിനിറ്റ്സ് അറിയാതെ ഉറങ്ങിപ്പോയെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ തെളിഞ്ഞത്. എൻ്റെ കൂടെ നമ്മുടെ ജെയിംസ് ബോണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേ അവനെന്തോ ഭാഗ്യത്തിന് അവൻ ഉറങ്ങിയില്ല. ബട്ട് അവൻ കണ്ടതുകൊണ്ട് അവൻ എന്നെ തട്ടി വിളിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും അങ്ങട് വേറെ ഏതോ ലോകത്തേക്ക് പോയേനെ. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എക്കോ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആഴമായി ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കാര്യം ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിനു പപ്പുവും സന്ദീപും കൂടെ അടി കൊടുന്നു. ഞാൻ ഓർത്ത് ഇത് എന്ത് തേങ്ങയും നടക്കുന്നത്, ആരെ ഇവനെന്തിനാ ഇവനെ അടിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും എനിക്ക് അത് മനസ്സിലായില്ല. പിന്നെ മറ്റേ എന്താ യോസിയായോ മറ്റേ പുള്ളിക്കാരുടെ കെട്ടിയവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് എവിടെന്നോ വന്നു. ഞാൻ ഓർത്ത് ഇവൻ എവിടെന്നോ വന്നത്, ഇവൻ ആര്, ഇവൻ എന്തവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാതെ ഒരു വട്ടമല്ല ഇറങ്ങി, പല വട്ടങ്ങൾ ഇറങ്ങി. യോസയൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാ ബിനുപ്പ പോകാരുത്. അത് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് കണക്ഷൻ വിട്ടുപോയി. ഇടയ്ക്ക് ഉറങ്ങിപ്പോവും, പിന്നെ എഴുന്നേക്കും. പറഞ്ഞാൽ പടം കണ്ടിട്ടില്ല, എന്നിട്ട് പോഡ്കാസ്റ്റ് പറയാൻ വന്നേക്കുക. അതുകൊണ്ടാണ് ഡിലേ ആയത്. നമുക്കിപ്പോ നെറ്റ്ഫ്ലിക്സിൽ ഇതിപ്പോ അവൈലബിൾ ആണല്ലോ ഇക്കോ, അപ്പൊ അങ്ങനെ നമ്മള് അതിനാണ് ഇത്ര നമ്മൾ ഡിലേ ചെയ്ത് വെയിറ്റ് ചെയ്തത്. പക്ഷേ എന്നാലേ അതിന്റെ കഥ ഞാൻ ഏറെക്കുറെ എന്ന് വെച്ചാൽ ഊഹിച്ചായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് സംഭവം. ഞാൻ പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മുടെ ജെയിംസ് ബോണ്ടിന്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ഇന്നൊക്കെയാണ് നടന്നത്. അവൻ പറഞ്ഞ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, കുറെ പട്ടി ഉണ്ടായിരുന്നു, കുറെ മല ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞു. അവന് പടം കൊള്ളാം, പക്ഷേ എന്താ പറയുന്നത്, പുള്ളിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല.
പക്ഷെ ഞാൻ രണ്ടാമത് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പല കാര്യങ്ങളും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറേ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കിഷ്കിന്ധാകാന്ഡമാണ് ഇനീഷ്യൽ എക്സ്പീരിയൻസിൽ എനിക്ക് കിഷ്കിന്ധാകാന്ഡമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. രണ്ടും ഒരേ ഡയറക്ടർ തന്നെയാണല്ലോ. കാര്യം അതിൻ്റെ അകത്തൊരു ഇമോഷണൽ കോർ ഉണ്ടായിരുന്നു. ഇതിലത് മിസ്സായി എന്നുള്ളൊരു തോന്നലുണ്ട്. രണ്ടാമത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു തോന്നൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മറ്റേതാണോ മികച്ചത് അതോ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ വാച്ചിൽ ശരിക്കും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു പടമായിട്ടാണ് അനുഭവപ്പെട്ടത് ആദ്യത്തെ കാഴ്ചയിലും. അതിനിടയിൽ മറ്റേ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കാറിലിരുന്ന് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അവനാണെങ്കിൽ മറ്റേ കാടും മലയൊക്കെ ഉണ്ട്, ഞാൻ ആ വേൾഡിലേക്ക് അങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ജെയിംസ് ബോണ്ട് പറയാ ഇരുന്ന് ഉറങ്ങി കാണുമായിരിക്കും, അതായിരിക്കും വേറെ വേൾഡിലോട്ട് പോയത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു? വേറെ വേൾഡിലോട്ടൊക്കെ പോയോ നിങ്ങൾ? ഉറക്ക വേൾഡിലോട്ട് പോയില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഡീപ്ലി ഇമേഴ്സിങ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മളിത് എന്താ നമ്മുടെ ഗ്രൂപ്പ് ചാറ്റിലും നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഇക്കോ കണ്ട സമയത്ത് ഞാനിങ്ങനെ തിയേറ്ററിൽ നിന്റെ കൂർക്കമ്പലിയുടെ എക്കോ ആയിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. സൗണ്ട് എഫക്ട്സ് പക്ഷെ നല്ലതായിരുന്നു അല്ലേ? ഭയങ്കര അത് കിഷ്കിന്ധയിലും അതുപോലെ തന്നെയാണ്, നല്ല ഇമേഴ്സീവ് ആയിട്ടുള്ള. പക്ഷെ ഇതിന്റെ എനിക്കറിയില്ല, കിഷ്കിന്ധേനേക്കാളും എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് എന്തോ ആ ഒരു ഇതിനിപ്പം ട്രിലജി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതായത് ഒരു കേരള ക്രൈം ഫയൽസും ആനിമൽ ട്രിലജി ആണ് എന്നുള്ള രീതിയിൽ. കേരള ക്രൈം ഫയൽസിന്റെ സ്പിരിച്വൽ ട്രിലജി. ഓ അങ്ങനെയാണോ? പക്ഷെ അത് ഏതൊക്കെയോ ആർട്ടിക്കിൾസിൽ ആനിമൽ ട്രിലജി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഞാൻ കണ്ടു. അതായത് ഈ 3 എണ്ണം. അതായത് ബാഹുൽ രമേശിന്റെ ആനിമൽ ഫാസിനേഷൻ, ഹ്യൂമൻ, അങ്ങനത്തെ. അപ്പം സ്പിരിച്വൽ ട്രിലജി എന്ന് പറഞ്ഞാൽ 3 ഡിഫറെന്റ് സിനിമകള്, സ്റ്റോറീസ് തമ്മിൽ കണക്ഷൻ ഇല്ല, പക്ഷെ അതിന്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന ഒരു കോമൺ ഫാക്ടർ, അതാണ് ആനിമൽ. ഇതിന്റെ അകത്ത് ആനിമൽ ആണ് കണക്ഷൻ, അതാണ് സ്പിരിച്വൽ ട്രിലജി. ചേർത്തിട്ടാണോ? അതെ അതെ അതെ. കിഷ്കിന്ധക്കകത്തില് മറ്റേ കൊരങ്ങന്മാരുടെ പിന്നെ കേരള ക്രൈം ഫയൽസ് പാർട്ട് 2 പട്ടി. അത് പിന്നെ ഇതിനകത്തിലും പട്ടിയായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ബാബുൽ രമേശിന്റെ തന്നെ ആ ഒരു ആനിമലിനോടുള്ള ഒരു ആനിമൽ കണക്ഷന്റെ കാര്യം വെച്ചിട്ട് ഒരു ട്രിലജി ആണെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പം എനിക്ക് ഏറ്റവും എന്റെ ടോപ്പായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇമേഴ്സീവ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു എഫക്റ്റ് തോന്നിയ പടം ഈ എക്കോ തന്നെയായിരുന്നു. കാരണം എക്കോയ്ക്ക് എന്തോ ഒരു എന്താ പറയുന്ന ആ മൃഗങ്ങൾക്ക് ആ എന്താ മാസ്റ്ററിനോടുള്ള ഒരു ഡീപ്പ് കണക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതല്ല എന്തോ എനിക്ക് കിഷ്കിന്ധേക്കാളും എനിക്ക് ഒരു പടിക്ക് മുകളിലായിട്ട് എനിക്ക് തോന്നി. ഞാൻ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഈ പടങ്ങൾക്ക് പ്രത്യേകിച്ച് 2025 നമുക്കൊരു എക്സ്പെക്ടേഷൻ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നല്ലോ. എക്സ്പെക്ടേഷനും കൊണ്ട് വന്ന എല്ലാ പടവും ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാ എണ്ണവും ഡിസാസ്ട്രസ് ആയിട്ടാണല്ലോ എൻഡ് ചെയ്തത്. എനിക്കൊന്ന് വൃഷഭേം 2025 അല്ലായിരുന്നോ? ഞാൻ ബബ്ബ കണ്ടില്ല. ബബ്ബ കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ, അതുകൊണ്ട് ഞാനത് കണ്ടില്ല. വളരെ മികച്ച ഒരു ഇതായിരുന്നു. അങ്ങനെ ആയിരുന്നല്ലോ അതിനകത്ത് പാട്ടില്ലേ? ഓക്കെ. പക്ഷെ ഇതിന് ഹൈപ്പ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഷോ അല്ല കണ്ടത്, കാരണം ഇവിടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള ഷോ ഞാൻ കണ്ടത്. ലൈക്ക് വൈസ് ഞാൻ എല്ലാ പോഡ്കാസ്റ്റിലും പറയുന്ന പോലെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ഭീകരമായി വൃത്തികെട്ട ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ ഇത് ആദ്യം അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ദൂരെ ഉള്ളിടത്തായിരുന്നു അവൈലബിൾ. പിന്നെ അത് ഇവിടെ ഞങ്ങൾക്ക് അടുത്ത് വന്ന സമയത്താണ് ഞാൻ പിന്നെ പോയി കാണുന്നത്. അപ്പൊ എനിക്കൊരു ടൈം കിട്ടിയായിരുന്നു, ഒരു സ്പേസ് കിട്ടിയായിരുന്നു ഒന്ന് പോയി കാണാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്ക് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ഗ്യാപ്പിലാണ് ഞാൻ കാണുന്നത്.
അപ്പം എന്നോട് ഓൾറെഡി നല്ല പടമാണെന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞു. ചിലർക്ക് കിഷ്കിന്ധേനേക്കാൾ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഓക്കെ എന്നേ ഉള്ളൂ, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ദിഗുവിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ലൈക്ക് ഐ സ്ലെപ്റ്റ് ഐ ആ. സ്ലെപ്റ്റ് ത്രൂ ദ ഫിലിം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഐ വാസ് ലൈക്ക് ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും പക്ഷെ എനിക്കറിയാം അവന്. നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങിപ്പോയി. പറഞ്ഞായിരുന്നു. പക്ഷെ നല്ല പടാന്ന് ഞാൻ പറഞ്ഞു. അതാണ്. പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ചക്രപാണി കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഓർമ്മ. അല്ലേ? പക്ഷെ അവന് നല്ലതാണെന്നാ പറഞ്ഞു. പക്ഷെ അവന് കിഷ്കിന്ധയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കിഷ്കിന്ധ കുറച്ചുകൂടെ ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതി പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയും, പക്ഷെ ഇത് വേറൊരു രീതിയിൽ. അതാ എനിക്ക് അങ്ങോട്ട് രണ്ടും കമ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് ആദ്യം അങ്ങനെ തോന്നി, കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയതുകൊണ്ട്. പക്ഷെ രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നുള്ളത് പിന്നെ ഒന്നുകൂടെ അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കാണുമ്പോഴാണ് മനസ്സിലായത്. പിന്നെ ബ്ലാത്തി ചേട്ടത്തിയുടെ കീഴിലാണെന്നുള്ള രീതിയിലൊരു ഒരു സൂചനയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതെനിക്ക് അറിഞ്ഞൂടെ. ഈ കുറെ ഇപ്പൊ കുറെ പടങ്ങളായിട്ട് ഈ എന്തോ നമ്മൾ കുറെ പടങ്ങളൊക്കെ കണ്ടേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അങ്ങോട്ട് പിടികിട്ടുന്ന ഒരു വൃത്തികെട്ട ഇതൊരു പ്രവണത എനിക്കിപ്പോൾ കുറെ നാളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒന്നും നമ്മളെ അങ്ങോട്ട് സർപ്രൈസ് ചെയ്യുന്നില്ല. അതാണൊരു. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം തോന്നിയിട്ടുണ്ടോ ഇപ്പം പടങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക്? അതെനിക്ക് തോന്നുന്നത് ഒരു പേഴ്സണൽ കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വേൾഡ് വൈഡ് ഫിനോമിനൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായി ഇങ്ങനത്തെ ഈ മിസ്റ്ററി, ഫാന്റസി, ത്രില്ലർ ഒക്കെ കാണാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. അതായത് അതിപ്പം എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ത്രില്ലർ, മിസ്റ്ററി ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ടോപ്പ് ടിയർ ജോണർ എന്ന് പറയുന്നത് എന്തുവാ ഹൊററാണ്. അപ്പം ഞാൻ ഹൊറർ കണ്ട് എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് എന്ത് കണ്ടാലും പേടി വരത്തില്ല. എന്നെ ആരെങ്കിലും എന്റെ മുന്നിലിട്ട് ആരെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ പോലും എനിക്ക് പേടി വരാത്ത അവസ്ഥയായി. ജംപ് സ്കെയറുകൾ എന്നെ പേടിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തി. കാരണം എനിക്കറിയില്ല, ജംപ് സ്കെയറും ഗോറും ഒക്കെ അത് നമ്മൾ കണ്ട് നമ്മുടെ ബ്രെയിൻ ഒരുമാതിരി ഫ്രീസ് ആവുന്ന അവസ്ഥയിലേക്ക് മാറത്തില്ലേ? അത് തന്നെയാണെന്ന് തോന്നുന്നു ഇതിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. എന്ത് ടൈപ്പ് ഹൊറർ വന്നാലും, ബോഡി ഹൊറർ ആണേലോ അല്ലെങ്കിൽ ഭയങ്കര ജംപ് സ്കെയറുകളാണെങ്കിലോ, സ്ലോ ബേണിംഗ് ഹൊറർ ആണെങ്കിലും എന്ത് കണ്ടാലും പേടി വരാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറത്തില്ലേ? അപ്പോ അത് ഒരു ഭയങ്കര വേൾഡ് വൈഡ് ഫിനോമിനൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. സരോജ് കുമാറിന് എന്താണ് തോന്നുന്നത്? ഫസ്റ്റ്ലി എൻ്റെ അഭിപ്രായം, ഞാൻ തിയേറ്ററിലല്ല ഇത് കണ്ടേ, ഞാൻ OTT-യിലാ ഇത് കണ്ടേ. അപ്പോ ഞാൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. എന്നെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ലാസ്റ്റ് മിനിറ്റ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ട്. പക്ഷെ എനിക്ക് കിഷ്കിന്ധാണ്ഡമാണ് ഒരു പടി മുകളില്. മോസ്റ്റ്ലി ബിക്കോസ് എല്ലാവരുടെയും അഭിനയം ഒരുപടി മികച്ചു നിന്നത് കിഷ്കിന്ധാണ്ഡത്തിലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓബിയസ്ലി ആ പട്ടിയുടെ കണക്ഷൻ, ലൈക്ക് കിഷ്കിന്ധാണ്ഡത്തിലെ സെയിം സ്ഥലം തന്നെ ആൾക്കാരെ മൃഗങ്ങളായിട്ട് കണക്ട് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ഇച്ചിരി ഡീപ്പായിട്ട് മൃഗങ്ങൾ പോലെ തന്നെ ആണെന്ന് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. മറ്റേതിൻ്റെ അകത്ത് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് തോന്നിയത്. ലൈക്ക് ഒരു കുരങ്ങന്റെ കൂട്ടുള്ള മനുഷ്യർ, ലൈക്ക് കുരങ്ങന്റെ കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങൻ അവർ ചെയ്യുന്ന കൂട്ട് തന്നെ മനുഷ്യൻ ചെയ്യുന്നു, അങ്ങനത്തെ അതാണ് കൃഷ്ണൻ. പക്ഷെ ഇതിന്റെ അകത്ത് ലൈക്ക് സന്ദീപ് ലിറ്ററലി ഒരു ഡോഗാന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഒറ്റ ഒരു മാസ്റ്ററേ ഉള്ളൂ എനിക്ക്, ചില പട്ടികൾക്ക് ഒരു മാസ്റ്റർ കുര്യനാണ്, ഒറ്റ മാസ്റ്ററേ ഉള്ളൂ. ലൈക്ക് അവൻ തന്നെ ഡോഗാന്ന് പറയുന്നുണ്ട്, ആന്ന് കൂട്ട് പറയുന്നുണ്ട്. സോ അതാണ് എനിക്ക് ഇതിൻ്റെ അകത്തില് ഇച്ചിരൂടെ ഇഷ്ടപ്പെട്ട കാര്യം. ബട്ട് ലൈക്ക് എനിക്ക് ഇമോഷണലി കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത് കിഷ്കിന്ധാണ്ഡമാണ്. പിന്നെ കിഷ്കിന്ധാണ്ഡത്തിലെക്കാളും ലൈക്ക് രണ്ടും ഗ്രേറ്റ് മൂവീസാ. ആക്ച്വലി എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കിഷ്കിന്ധാണ്ഡം രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. പക്ഷെ മറ്റേതിന് അതാ ഞാൻ പറഞ്ഞ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇപ്പം
അവരുടെ അപ്പനും ആസിഫ് അലിയും വിജയരാഘവനും തമ്മിലുള്ള ഇത്, പിന്നെ അവര് ആ ആ കുടുംബം പോകുന്ന അവസ്ഥ. ഇവിടെ നമുക്ക് മ്ലാത്തിച്ചേട്ടത്തിയുടെ അവസ്ഥ ആലോചിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് ഇതാവാം. അല്ല പക്ഷെ പക്ഷെ എന്നാലും പുള്ളിക്കാരിയാണ് മ്ലാത്തിച്ചേട്ടത്തി അവസാനം കൺട്രോളിൽ ഇരിക്കുന്നത്. അല്ല ആ എന്നെ പക്ഷെ സംബന്ധിച്ച് ആ ഇമോഷണൽ കണക്ഷനേക്കാളും എന്നെ ഈ പടത്തിലേക്ക് കൂടുതൽ ആകർഷിച്ച എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലത്തെ ആ ഒരു അതിന്റെ സെറ്റിംഗ് ആണ്. സെറ്റിംഗ് ഭയങ്കര എന്താ പറയുക, ഞാൻ പറയില്ല, ഇമേഴ്സീവ് ആണ്. എന്നെ സംബന്ധിച്ച് ആ ഇമോഷനേക്കാളും എന്നെ ആ പടത്തിലേക്ക് ഭയങ്കരമായിട്ടൊന്ന് അട്രാക്ട് ചെയ്തിരുത്താൻ, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആ ഒരു കാടിന് ഇടയ്ക്കിരിക്കുന്ന പോലെ പിയൂസ് എന്താ കേറുന്ന ആ ഒരു മലമണ്ടക്കിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അതെനിക്ക് തരാൻ പറ്റി. ഭയങ്കര ഒരു അത് എനിക്ക് തിയേറ്ററിൽ കണ്ടതുകൊണ്ടാണോ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയതെന്നും എനിക്കറിയില്ല. ബട്ട് ഭയങ്കര ഭയങ്കര നല്ലായിരുന്നു. ആൻഡ് ലൈക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം തിയേറ്ററിൽ വാച്ച് ഭയങ്കര ഭയങ്കര ഇമേഴ്സീവ് ആയിരുന്നു. നമുക്ക് ആ ഒരു എന്താ അവൻ ട്രാവൽ ചെയ്യുന്ന അവന്റെ ആ ഒരു കണ്ണിൽ കൂടെയാണല്ലോ നമ്മൾ മിക്കതും കാണുന്നത്. അപ്പൊ അവന്റെ ആ ഒരു എന്താ അവൻ ആ മച്ചിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും അവൻ മല കയറുമ്പോഴാണെങ്കിലും അവൻ കടയിൽ പോകുമ്പോഴാണെങ്കിലും അവന്റെ ആ ഒരു ഇതിൽ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണല്ലോ നമ്മൾ കാണുന്നത്, പിയൂസിന്റെ പെർസ്പെക്റ്റീവ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പിയൂസ് ആയി മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ദാറ്റ് വാസ് റിയലി ഗുഡ്. നല്ലതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു നല്ല എഫക്റ്റ് ആയിരുന്നു. ഇപ്പം അവരുടെ കഥ അവരുടെ പാസ്റ്റിലെ കഥ പറയുമ്പോഴാണെങ്കിലും ലത്തിച്ചേട്ടത്തിയുടെ പാസ്റ്റിലെ കഥ പറയുമ്പോഴാണെങ്കിൽ പോലും പിയൂസ് കേൾക്കുന്ന പോലെ ഇരുന്ന് കേൾക്കാൻ എനിക്ക് പറ്റി. അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ജോബായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഫോർ മീ അതുകൊണ്ടാണ് എനിക്ക് ഒരു പടിക്ക് അല്ലെ എന്ന് പറയാൻ, ഒബിയസ്ലി ദിസ് ഇസ് നോട്ട് എ കമ്പാരിസൺ, ബട്ട് ദിസ് ഇസ് ഹൗ ഐ ഫെൽറ്റ് പടം കണ്ടപ്പം. കിഷ്കിന്ധാണ്ടത്തിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത് എന്നെ പിടിച്ച് ഒബിയസ്ലി കിഷ്കിന്ധാണ്ടം വാസ് വെരി നൈസ്. പക്ഷെ ഇതിനൊരു എന്തോ ഞാൻ ആ കാട്ടിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തരാൻ പറ്റി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർ. ഞാൻ ആ ഒരു ഇമോഷണൽ കണക്ഷനെ കുറിച്ചല്ല പറയുന്നത്. രണ്ടും എനിക്ക് പല തരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻസ് തന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് മൂവി റിയലി മെയ്ഡ് മീ കണക്ട് ടു ദ ക്യാരക്ടർ പിയൂസ്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ഇമേഴ്സീവ് ആയിട്ടിരുന്ന് കാണുന്നത് ഭയങ്കര ഇഷ്ടം. ഞാൻ അതിനകത്തിൽ ഒരു ക്യാരക്ടറായി മാറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം കാണുമ്പോൾ. ആൻഡ് ദിസ് ഫിലിം മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ മീ. ദാറ്റ് വാസ് റിയലി ഗുഡ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതായിരുന്നു മെയിൻ കാര്യം. എന്തുകൊണ്ട് ഈ പടം കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു. എന്തോ സരോജ് കുമാർ എന്താ പറയാൻ വന്നു? സോറി, കട്ട് ഓഫ് ചെയ്തതിൽ എന്താണ് പറയാൻ വന്നത്? ഞാൻ മറന്നുപോയി. അതിനെപ്പറ്റി ചോദിച്ചു. ഇതൊരു ഫാമിലി കഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Yeah. ഇതിന്റെ അകത്ത് നമ്മുടെ കുര്യച്ചൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോ? എന്തായാലും സ്പോയിലേഴ്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇതിപ്പം അത് നമ്മുടെ കണ്ടിരിക്കുന്നതുകൊണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ട്. നമുക്ക് അങ്ങനെ ഇത് പക്ഷെ ഞാനത് സ്പോയിലേഴ്സ് തുടക്കത്തിലെ ഇല്ലാത്തത് പറയാൻ എപ്പോഴും മറന്നു പോകും. പിന്നെ പറഞ്ഞങ്ങ് പോയി കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്. അത് മറ്റേ കാണാത്തവരുണ്ടെങ്കിൽ. ഇതിന്റെ അകത്ത് ഇട്ടാ മതി. മറ്റേ വീഡിയോന്റെ സ്റ്റാർട്ടിങ് കാണിച്ചാൽ മതി. അല്ല നമ്മൾ സ്പോട്ടിഫൈ കേൾക്കുന്ന നമ്മുടെ തംബ്നെയിലിനകത്തിൽ സ്പോട്ടിഫൈ സ്പോയിലർ കേൾക്കുന്ന റിവ്യൂ ഇടാറുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പം ഇതിന്റെ അകത്ത് കുര്യച്ചൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നാണോ അതോ പുള്ളി കാഞ്ഞു പോയിട്ടുണ്ടാവും എന്നാണോ നിങ്ങളുടെ നിഗമനം? എന്താണ്? എനിക്ക് ഇറ്റ് ഈസ് ക്ലിയർ കുര്യച്ചൻ ജീവനോടുണ്ട്. അതിന് ജീവനോടുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടെന്നാണ്. അതിന് ഡൗട്ട് പോലും ഇല്ല. കാരണം ആ വറ്റിരിക്കുന്ന മുള അവിടെ കിടക്കുന്നത് അടുപ്പിച്ചടുപ്പിച്ച് പിയൂസ് കാണുന്നുണ്ട്. ആദ്യം ഒന്ന് ആ ക്ലീൻ ചെയ്തപ്പോ കണ്ടു. പിന്നെ അവൻ തിരിച്ചു വന്നപ്പം അവസാനം മറ്റേ പോലീസുകാരൊക്കെ ഒന്ന് തിരിച്ചു വന്നപ്പോഴും കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളച്ചടത്ത് കൊടുത്തു വിടുന്നതുകൊണ്ട് അത് കഴിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അറ്റത്ത് കുറച്ച് വറ്റ മാത്രം ബാക്കിയിരിക്കുന്നത് ചോറിന്റെ. എന്നിട്ട് അത് കഴിച്ചിട്ട് തിരിച്ച് ആ പട്ടി അത് കൊണ്ടുവരുന്നുണ്ട് അടുത്ത ഫോർ ദ നെക്സ്റ്റ്. സോ എനിക്കതിലൊരു കൺഫ്യൂഷൻ ഇല്ല. ഉറപ്പായിട്ടും പുള്ളി അവിടെ ഉണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു AI-ന്റെ സാധനം ഉണ്ടായിരുന്നു. ഒരു പട്ടി കൊണ്ട് കൊടുക്കുന്നത് കുര്യച്ചൻ ഇങ്ങനെ ഇരുന്ന് തിന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നത്. ഞാനിപ്പോ ഇതിന്റെ ഒരു റീൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ആ AI-നെ വെച്ച് ഉണ്ടാക്കിയതിനെ പറ്റിയിട്ട് ഇതിന്റെ ഡയറക്ടർ ആണെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു AI വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പം അത് ഞങ്ങളത് കുര്യച്ചൻ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാഞ്ഞതാണ് മനഃപൂർവ്വം. അങ്ങനെ വേണമെങ്കിൽ കാണിക്കായിരുന്നു. പക്ഷേ
അത് കാണിക്കാഞ്ഞാണ് ഓഡിയൻസിന് വിട്ടുകൊടുത്തതാണ്. പിന്നെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിൽ തന്നെ ഉണ്ട് എല്ലാം എന്ന് പുള്ളി പറയുമ്പോൾ തന്നെ അതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. പുള്ളി ജീവനോടെ ഇതിന്റെ അകത്തൊന്നും ഉണ്ടെന്നാണ്. സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല ശരിക്കും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ശരിയാ. അവസാനം കൊരീതും ജീവിച്ചിരിക്കുന്ന കാണിക്കേണ്ട ആവശ്യമില്ല. ഒന്നും സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല നമുക്ക്. അല്ല, എന്നെ സംബന്ധിച്ച് ഇപ്പൊ അവിടെ എന്താണ് കുര്യച്ചൻ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പുള്ളിക്കാരിക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കാം. മീൻ ഒബ്വിയസ്ലി ബൈനക്കുലർ വെച്ച് അല്ലെങ്കിൽ ടെലസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ കാണാമെന്ന് നമുക്കൊരു. അല്ല, ഇവൻ പറഞ്ഞ പോലെ അത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പം പക്ഷെ അത് ആ പുള്ളി അത് പട്ടി കഴിഞ്ഞു തന്നെ ഇവരെ ട്രിക്ക് ചെയ്ത് തിന്നിട്ട് പിന്നെ ചോറ് പട്ടി ബാമ്പുവിന്റെ അകത്ത് തലയിട്ട് തേച്ചിട്ട് ഇത്ര ഫണ്ണി ഇത്ര ഓൾട്ടർനേറ്റീവ് തിയറി ആയിട്ട് പട്ടി തന്നെ അത് തിന്നിട്ട് ഇത്ര ഈ പട്ടികളുടെ ഇത്ര മേൽ ഇത്ര ഒരു ലോയലായിട്ടിരിക്കുന്ന പട്ടി. അതിനെ ഈ ലെവലിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അത് അതൊരു അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ അല്ല, ആലോചിച്ചായിരുന്നു. അത്ര അതാ അങ്ങോട്ട് സ്പീഷീസ് ഓഫ് ഡോഗ് അങ്ങനെ അത് വാർ ടൈമിൽ ശരിക്കും ഉപയോഗിച്ചതാ. ആ ഓ, സ്പീഷീസ് ഓഫ് ഡോഗ് അത്രയും പക്ഷെ ലോയലാ. അല്ല, ഇത് ശരിക്കും അവർ യൂസ് ചെയ്തിരിക്കുന്ന ഡോഗ് ബ്രീഡിന് എന്തോ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അത് റിയൽ ആ ഡോഗ് ബ്രീഡ് ആണോ അത്? ഉണ്ടായിരുന്നു ഒരു അതെനിക്ക് സമയത്ത്, ഇപ്പൊ ഇല്ല അത്. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാം തോന്നുന്നു അതിന്റെ പ്യുവർ ബ്രീഡ് അല്ല, ഇപ്പൊ ഇല്ല. കാരണം അവരാ ഞാൻ വേറൊരു വീഡിയോ കണ്ടായിരുന്നു, ഒരു റീൽ. അവരാ മരിച്ച പട്ടികളെ കുഴിച്ചിടുന്ന സീൻ ഉണ്ടല്ലോ, അതിനകത്തിൽ ആ മരിച്ച പട്ടികളുടെ മറ്റേ കാർക്കസ്, ആ ഒരു കോപ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലി ആ സാധനം അതിന്റെ ആ പ്രോസ്തറ്റിക് Obviously ഇപ്പൊ ഉണ്ടാക്കുന്ന ഒറിജിനൽ വീഡിയോ. പട്ടീനെ തല്ലിക്കൊന്നിടാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. ആ ഞാനത് CG ആന്ന് ആദ്യം ഓർത്തത്. CG അല്ലേ, ചെയ്യാമല്ലോ, CG ആന്നാ ഓർത്തത്. പക്ഷെ അത് റിയൽ ആയിട്ട് അവര് ചെയ്തതാ, അത് അതിന്റെ ഡമ്മി ഉണ്ടാക്കിയത്. പക്ഷെ അത് അത് ചെയ്തിട്ട് രസമുണ്ടായിരുന്നു. അതിന്റെ മണ്ടേ കൂടെ CG ചെയ്യും. മറ്റേ ഇത് ആ കാന്താരേനെ ആ കടുവേനൊക്കെ അതുപോലെ അവര് പക്ഷെ ശരിക്കും കാന്താരയിലെ ഉണ്ടാക്കി. കടുവ ഇച്ചിരി ഭീകരമായിരുന്നു. ആ, പക്ഷെ ഇത് ഭയങ്കര അയ്യോ, റിയലിസ്റ്റിക് ആയിട്ട് അത് എനിക്ക് ഫീൽ ചെയ്തു. പറഞ്ഞപ്പോഴാണ് ആ ഞാൻ ഈ അടുത്തിടയ്ക്ക് റെവനന്റ് എന്ന് പറഞ്ഞ പടം കണ്ടു. ആ റെവനന്റ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ അതിന്റെ അകത്തിലൊരു ഡിക്കാപ്രിയോടെ. അതിന്റെ അകത്ത് ബെയർ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല. എന്ത് ഹോളിവുഡ് റിയലിസ്റ്റിക്കാ! താഴ്വാരം. എന്റെ ദൈവമേ, എന്ത് റിയലിസ്റ്റിക്കാ ബെയർ! ഞാൻ അത് കണ്ട് ഞെട്ടിപ്പോയി. എന്തോ ഇത്! ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും ഒരു ബെയർ വന്നാൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആ തൂട്ട് തന്നെ. അത് കണ്ട് ഞാനത് ഞാൻ ആക്ച്വലി വണ്ടർ അടിച്ചു പോയി. ഓർക്കുന്നില്ല. അവനെ ഒരു കരടി കടിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ പുള്ളി മറ്റേ കുതിരയുടെ ആ കാർക്കസിന്റെ അകത്തൊക്കെ പോയി കയറി കിടക്കുന്നതും ഓ തണുത്ത് അത് രക്ഷപ്പെടാനൊക്കെ. എനിക്ക് ആ മൂവി ഇച്ചിരി സ്ലോയാ, പക്ഷെ അതിന്റെ അകത്തിലെ ഓരോ സീനും അടിപൊളിയാ. ഓരോ സീനും നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാം. അത്രയും സെറ്റാ. ഹോളിവുഡുകാർ കൊണ്ടുപോയ താഴ്വാരമാണ് അത്. അതെ, നമുക്ക് ലാലേട്ടന്റെ പടം. ലാലേട്ടന്റെ അങ്ങനെ ഒരു പടമുണ്ട്. ആ നമുക്കൊരു പടമുണ്ട് താഴ്വാരം എന്ന് പറഞ്ഞിട്ട്. അത് ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പം ഞാന് പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നരേൻ എന്ന് പറയുന്ന ആള് നേവൽ ഓഫീസർ ആണെന്നാണല്ലോ പറയുന്നത്, നേവിക്കാരനാണെന്നാണല്ലോ. പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് അവർ പറയുന്ന മറ്റേ DYSP എന്നൊരു DYSP തിയറി ഉണ്ട്. ഞാൻ കേട്ടായിരുന്നു. അതിനെ പക്ഷെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കറിയാൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്ക് അയാളെ പിടിക്കണം എന്നല്ല, അയാളെ കൊല്ലണം എന്നാണ് ആഗ്രഹം. പോലീസ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം വരേണ്ട ആവശ്യമില്ല. പിന്നെ പുള്ളിക്ക് മരിക്കാൻ പേടിയില്ല. പുള്ളി ആ കാർ ഇടിച്ച് മരത്തിൽ ഇടിക്കുമ്പോഴും പുള്ളി എക്സ്റ്റാറ്റിക് ആവുകയാണ്. എനിക്കറിയാതെ ഇവിടെ ഉണ്ട്. പുള്ളിക്ക് ഇഷ്ടം കൂടുകയാണ്. അതൊക്കെ അതൊരു എനിക്കതൊന്ന് ചിലപ്പോ ആ ഉറപ്പാണ്. ഓഫീസർ ഭയങ്കര എന്താണ് കില്ലറിനെ അല്ലെങ്കിൽ ആ ഈ എരയെ പുള്ളിയെ തേടുന്ന പിടിച്ച് വേട്ടക്കാരന്റെ ഒരു എക്സ്റ്റസി ആണെങ്കിലും ഈ അത്രയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് പറയുന്ന അത്രയ്ക്ക് DYSPനെ കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും ഇതിൻ്റെ അകത്ത്? ഇല്ലെന്നാ ഇല്ലെന്നേ തോന്നുന്നല്ലേ. തോന്നുന്നത്. ഇല്ല. പക്ഷെ അപ്പൊ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് ആ ഒരു എന്താ പറയുന്ന നരേന്റെ ക്യാരക്ടറിന് ഒരു ഡെസ്പിറേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ അതായത് അതൊരു പോലീസ് ഓഫീസറിന്റെ ഡെസ്പിറേഷൻ അല്ല അത്. ഡിസ്പ്രഷൻ അല്ല. ഭയങ്കര എന്താണ് ഇത് എങ്ങനെങ്കിലും അയാളെ കണ്ടുപിടിക്കണം. അതൊരു പുള്ളിയുടെ ലൈഫ് ആൻഡ് ഡെത്ത് മാറ്റർ പോലത്തെ ഒരു അവസ്ഥയിലാണ് പുള്ളി അതിനെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതൊരു അശോകന്റെ ക്യാരക്ടറിനെ മറ്റേ ആ കിച്ചണിൽ വെച്ച് കൈവെട്ടുന്നതൊക്കെ അത് അതൊക്കെ ഞാൻ ഇച്ചിരി ഞെട്ടിയായിരുന്നു. അതെനിക്ക് അത്ര ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രതീക്ഷിച്ചില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചിരിയല്ല, എനിക്ക് സൂപ്പർ നൈസ്. എന്ന് തോന്നി. അപ്പൊ അത് അല്ല, പക്ഷെ അത് അല്ല, ഞാനപ്പോ ഈ അശോകന്റെ ക്യാരക്ടറെ ഇയാള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയ സാധനമാണ് അശോകന്റെ ക്യാരക്ടർ ലെറ്റേഴ്സ് ആയിട്ട് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ ലെറ്റേഴ്സ് അയക്കുന്ന സാധനം നേരത്തെ അയാൾ ഈ ഗുഹയ്ക്കകത്ത് പോകുന്നതിന് മുന്നേ ചെയ്തത് ആയിരിക്കത്തില്ല? അതോ അത് മ്ലാത്തിച്ചേട്ടത്തി അതും പ്ലാൻ അല്ല, ചെയ്ത് ചെയ്യുന്നതായിരിക്കും? ഗുഹയ്ക്കകത്ത് പോകുന്നതിന് മുമ്പ് കൊടുത്തതായിരിക്കും.
അപ്പൂട്ടിയാണല്ലോ മോളിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അപ്പൂട്ടിയോട് പറഞ്ഞാണ്, ഞാൻ പോവാ, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് അയക്കണം, കുറച്ചാളത്തേക്ക് കൂടെ കാണത്തില്ല, ഞാൻ വരുന്നിടം വരെ അയക്കണം. നിങ്ങക്ക് പിയൂസിന്റെ ക്യാരക്ടറിനോട് എന്ത് ടൈപ്പ് ഫീലിംഗാ തോന്നുന്നത്? ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ മാത്ത് ഉണ്ടല്ലോ. നമുക്കൊരു ഈ ക്യാരക്ടറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഒരു വില്ലനാണ് എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഒരു പാവമാണ്, അല്ലെങ്കിൽ അവന്റെ ലൈഫ് ഇങ്ങനെയാണ്. എന്താണ് പിയൂസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് തോന്നുന്നത്? അഭിനയമല്ല ഞാൻ ചോദിച്ചത്, ആ ക്യാരക്ടറിന്റെ കാര്യമാണ് ചോദിച്ചത്. അഭിനയം വാസ് നൈസ്, ആ പുള്ളി നല്ലതായിട്ട് ചെയ്തു. ബട്ട് ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടർ, എന്താണ് അതിന്റെ ഒരു ആഫ്റ്റർ ഫീലിംഗ് എന്ന് ഞാൻ ചോദിച്ചത്. അവൻ എനിക്ക് ലിറ്ററലി കുരിയച്ചന് ആ പട്ടി തന്നെ. എനിക്ക് ആ പട്ടി, ആ റിയൽ ലൈഫ് പട്ടി സെയിം. എനിക്ക് വേറെ വ്യത്യാസം തോന്നിയില്ല. അവനും ഒറ്റ മാസ്റ്റർ ഉള്ളൂ, ആ മാസ്റ്ററെ സേവിക്കുക. അതാണ് അവന്റെ ഇനിയുള്ള ജോലി. അവൻ ചാവുന്നിടം വരെ അവൻ അത്രേ ഉള്ളൂ. ലൈക്ക് ഇത് അവന്റെ പുറത്തോട്ട് കാര്യത്തിൽ അവൻ തീരുമാനമായല്ലോ. ആ. ആ, അല്ല അവൻ വാത്തിച്ചേട്ടത്തി അവനെ എന്തായിരിക്കും വ്ളാത്തിച്ചേട്ടത്തി അവസാനം ചെയ്യാൻ പോകുന്നത്? അവനെ തട്ടിക്കാണും. അതോ അവനെങ്ങനെ തട്ടേടിക്കും. പട്ടിയുടെ കൂട്ട് തന്നെ ഇങ്ങനെ പുള്ളിക്കാരി കൂടെ അല്ലല്ല, നിർത്തുമായിരിക്കും? കൂടെ സാധ്യതയില്ല. നിർത്തില്ല, അവനെ തട്ടിക്കാണും. അവൻ എനിക്ക് തോന്നുന്നില്ല. കൊടുക്കുന്ന ഓരോ സാധനവും പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ടെസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് തന്നെ. എന്തൊരു തള്ളയാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാണ്. പൊളി, നൈസ്, നല്ല സർവൈവ്. ഞാനൊക്കെയായിരുന്നു എന്നെ തട്ടിപ്പോയനെ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതില് കുരിയച്ചന്റെ കൂടെ വിഷമേണ്ട ആണല്ലോ കുറെ ആവശ്യമൊന്നുമില്ല. നാള് നിന്ന പുള്ളിക്കാരി. ഇപ്പൊ ഡേയ് പുള്ളിക്കാരി ഡേയ്. കുറെ പഠിച്ചു കാണും. അല്ല, ഞാൻ ഇത് ചോദിക്കാൻ പിയൂസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാല്, പിയൂസിന്റെ ക്യാരക്ടർ തുടങ്ങുന്ന സമയത്ത് ഈസ് വെരി, എന്താ പറയുക, ഒരു നാടൻ പയ്യൻ, അല്ലെങ്കിൽ എന്തോ തെറ്റ് ഇടയ്ക്ക് ചില ചെയ്തിട്ട് വന്ന് കമ്പിക്കഥയൊക്കെ എഴുതി ആ കാശുണ്ടാക്കുന്നു, ആ സൈഡ് നല്ല അത്രേ ബിസിനസ് ഉള്ളൂ. ആയിട്ട് ആക്ടർ അവൻ. അങ്ങനെയൊക്കെ. ആ ലൈക്ക് നല്ല, റിയൽ അതെ. ലൈഫിലല്ല, അതുപോലെ സിനിമയ്ക്കകത്ത് ആ ആ സിനിമയ്ക്കകത്ത്, ഓക്കെ, നല്ല അതെ, ആക്ടറാ. നല്ല ആക്ടർ. ആ ഭയങ്കരമായിട്ട് ആ റോളിനെ അങ്ങ്, എന്താ പറയുന്ന, ആ ആ, പിയൂസിന്റെ റോളിനെ അങ്ങ് ജീവിച്ചങ്ങ് തീർക്കുകയാണ്. ശരിയാണ്, കറക്റ്റ്. അവനാ അവനാ മണികണ്ഠനാണല്ലോ ശരിക്കുള്ള കൈക്കൂലി ഐഡന്റിറ്റി. ആ ആ കൈക്കൂലി കിട്ടുന്ന സമയത്ത് തന്ന് പിടിച്ചേൽപ്പിച്ചു. ആ, അതെ 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 അതെ. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ പിയൂസിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഇവന്റെ റിയൽ നെയിം ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഇന്നസെന്റ് അല്ല, പുള്ളി ഒരു നാടൻ ഓർഡിനറി പയ്യൻ, ഒരു കെയർ ടേക്കർ പയ്യൻ. ആ പയ്യന്റെ നിന്ന് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ വരുമല്ലോ. ചിലർക്ക് ആ ട്രാൻസിഷൻ ഭയങ്കര ഒരു, എന്താ പറയുന്നേ, നാച്ചുറൽ അല്ലാതെ ഫീൽ ചെയ്തു എന്ന് പറയുന്ന ഒരു കമന്റ് ഞാൻ കേട്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു പെട്ടെന്ന് അങ്ങൊരു ആ ഒരു സ്വിച്ച് വന്നെന്ന് ഫീൽ ചെയ്ത പോലെ തോന്നി എന്ന് പറയുന്ന ഒരു കമന്റ് ഞാൻ കേട്ടു. പക്ഷെ എനിക്കത് അങ്ങനെ തോന്നിയില്ല. പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് അവൻ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആക്ടർ ആയതുകൊണ്ടാ. ആ, ശരിക്കും അതിന്റെ അകത്ത് നല്ലൊരു ആക്ടറാണ്. ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഓർഡിനറി ആയിട്ടുള്ള പിയൂസിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയല്ലോ. പിയൂസിനോട് നമ്മുടെ ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം തോന്നുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ തോന്നുമല്ലോ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ പോലീസ് ഓഫീസറിനെ കൊല്ലുന്ന സീൻ, 2 പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു സീൻ വരുമ്പോഴത്തേനും ക്യാരക്ടർ ഇസ് ടോട്ടലി ഫ്ലിപ്പിംഗ് അപ്സൈഡ് ഡൗൺ. കാരണം അത് ജസ്റ്റ് ഒരു വില്ലൻ അല്ല, ഹീസ് എ മേർഡറസ് വില്ലൻ. അപ്പം അത് വില്ലൻ ആണെന്ന് പറയാൻ പറ്റുമോ? എന്താണ് പുള്ളിയുടെ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. എങ്ങനെയാണ് പിയൂസിന്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഈസ് എ വില്ലൻ അവൻ ഓർ ഈസ് എ ഹെൻച്ച്മാൻ, ഒരു ജസ്റ്റ് ഒരു എന്താ ഹയർഡ് ഹാൻഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണോ? അതോ ആ ഒരു ലോയൽറ്റിയുടെ, ആ ഒരു ഡീപ്പ് ലോയൽറ്റിയുടെ ഒരു സിമ്പൽ ആണോ? എന്താണ് ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് നമുക്കതിനെ വ്യൂ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഈസ് ഹി എ വില്ലൻ, ഈസ് എൻ ആന്റി ഹീറോ, ഈസ് എ ഹീറോ, അല്ലെങ്കിൽ ഈസ് ദ നരേറ്റർ? എങ്ങനെയാണ് നമുക്ക് അതിനെ കാണാൻ, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ക്യാരക്ടറിനെ കാണുന്നത് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അവൻ കുരിയച്ചന്റെ തന്നെ മറ്റൊരു പതിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഒരു ചെറ്റത്തരമൊക്കെ ഉള്ള, അയാൾക്ക് പറ്റിയ ഒരു പുള്ളിക്കാരി അതിൻ്റെ അകത്ത് പറയുന്ന പോലെ തന്നെ ഒരു ലോയൽ ഡോഗ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായും ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു സാധനം. പട്ടീനേക്കാളും കൂടുതൽ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റിയത് ഇവനെയാണ് എന്നുള്ള രീതിയിലാണല്ലോ അതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലത്തെ ഒരു അവസാനം പറയുന്നത്. ആ ഒരു അത് കംപ്ലീറ്റ്ലി പുള്ളിക്ക് ലോയലായിട്ടുള്ള, പുള്ളിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലുള്ള, ഇവൻ്റെ കയ്യിൽ ഓൾറെഡി അങ്ങനത്തെ ടെൻഡൻസീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് പുള്ളി അത് കണ്ടുപിടിച്ചത്. കാര്യം അപ്പനും അമ്മയും ചെറുപ്പത്തില് അവര് നക്സലൈറ്റ്സ് ആയിരുന്നു എന്നല്ലേ അതിൻ്റെ അകത്ത് അതെ അതെ പറയുന്നത്. അതെ അതെ അതെ. അപ്പം അതിൻ്റെ ഇതിൽ നിന്ന് പുള്ളിക്ക് അങ്ങനെ ഒരു, എന്താ പറയുന്നത്, പ്രത്യേക അങ്ങനെ ഉള്ളിൽ അങ്ങനെ ഒരു മനുഷ്യത്വം, അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരുത്തനെ കൂടുതൽ ഇതിലോട്ടാക്കി എടുത്ത് പുള്ളി ട്രെയിൻ ചെയ്തെടുത്തു. പുള്ളിയുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ
ഏതാണ്ടൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു വെർഷൻ 2.0 എന്ന് പറയാവുന്ന രീതിയിൽ ആക്ച്വലി ഒരു ഒരു ആന്റി കാരണം ഹീറോ പോലും അല്ല, അവൻ വില്ലനാണ്, പ്രോപ്പർ വില്ലൻ തന്നെയാണ് അവൻ. കാര്യം കുര്യച്ചൻ ഇതിന്റെ അകത്ത് മ്ലാത്തിച്ചേട്ടത്തി എന്താണ് ആ കുര്യച്ചനായിട്ട് വളർന്നു വരുവാ. കുര്യച്ചൻ നല്ലൊരു ആക്ടറാ. മ്ലാത്തിച്ചേട്ടത്തിയെ പറ്റി പലരെയും പറ്റിക്കുന്നുണ്ട് അഭിനയിച്ച്. അതെ, കൂടെ ഇവന് നിൽക്കുന്നവരെല്ലാം സൈഡിൽ കൂടെ പണി കൊടുക്കും. പറഞ്ഞു പറ്റിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഇവന് വരുന്നതേ ഉള്ളായിരിക്കും, ഉണ്ടായി വരുന്നതേ ഉള്ളായിരിക്കും, ഡെവലപ്പിംഗ് സ്കില്ലായിരിക്കും. പക്ഷെ ഇവനും അത്യാവശ്യം ഉണ്ടല്ലോ, മറ്റവരെ കൊണ്ടുപോയിട്ട് അവസാനം പണി കൊടുക്കുകയാണല്ലോ. പിന്നെ അല്ല പറഞ്ഞു പറഞ്ഞു. അല്ല, എനിക്ക് ആ ചേഞ്ച് ഇതിനു മുന്നേ ഇവർ ഈ പോലീസുകാരെ കൊണ്ടുപോകുന്നതിന് മുമ്പല്ലേ മറ്റേ വിനീതിന് എന്താ സംഭവിച്ചെന്നൊക്കെ ഉള്ളത് കാണിക്കുന്നതൊക്കെ അല്ലേ? അപ്പോഴേ അതിന് മുന്നേ ആയിരുന്നു തോന്നുന്നു. അതെ അതെ, അപ്പോഴേ ഒരു ഒരു പടം കണ്ടിട്ട് സ്കെച്ചാണ് കുറച്ച് ഇവൻ എന്നുള്ള നാളായതുകൊണ്ട്. രീതിയിൽ നമുക്ക് അറിയാമല്ലോ. അത് അങ്ങനെ ഒരു അഭിപ്രായം വന്ന എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എന്താ അങ്ങനെ ഒരു അറിയില്ല, അത് എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നി. കാരണം എനിക്കത് എനിക്കത് ഭയങ്കര ഒരു കൺവിൻസിങ് ആയിട്ടാ സ്മൂത്ത് ട്രാൻസിഷൻ. തോന്നിയതെന്ന്. അതെ അതെ അതെ, അതെ. എനിക്ക് മൂത്താവേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്തിനാണ് ഇനി എല്ലാം സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് പോകുന്നത്? അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതെ, അത് അങ്ങനത്തെ കുഴപ്പമില്ല, ഒരു അത്രേ ക്യാരക്ടറാണ്. ഉള്ളൂ. അതെ അതെ. അതെ, പക്ഷെ ഞാൻ ചോദിച്ചത് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ക്യാരക്ടർ അനാലിസിസ് ആണ്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഐ മീൻ, വാട്ട് യു ഫീൽ ഫോർ പിയൂസ്? എന്താണ് പിയൂസിനെ കുറിച്ചുള്ള ഒരു തോന്നൽ എനിക്ക് എന്നുള്ളത്? അവസാനം പിയൂസിനെ പട്ടികൾ വളഞ്ഞപ്പോ ഒരു ചെറിയൊരു സങ്കടം തോന്നി. പാവം സങ്കടം തോന്നിയില്ലേ? പെട്ടോണ്ടുണ്ട് എന്നുള്ള രീതി. പക്ഷെ അവൻ പെടേണ്ടവനാണല്ലോ. ഞാനിങ്ങനെ അതല്ല, ഓർത്തു, ചിലപ്പം മ്ലാത്തിച്ചേട്ടത്തി അവനെ കൊല്ലാതെ അവനെ കൂടെ വെക്കുവായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷെ അത് തോന്നിയില്ലേ? തോന്നും, പക്ഷെ വെക്കത്തില്ല. കാര്യം പക്ഷെ വെക്കത്തില്ല. അവൻ ഡെഡാണ്. കാര്യം അവൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പണി കൊടുക്കും അവൻ. അല്ലെങ്കിൽ പണി കൊടുക്കും, പക്ഷെ പുള്ളിക്കാരി ഒരു ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോട്ടിക് ട്രെയിനറിന്റെ അവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞല്ലോ. അപ്പം പുള്ളിക്കാരിക്ക് ഒരു ഒരു ഇല്ല, കാര്യം വിനോദത്തിന് അവൻ തന്നെ പറയുന്നുണ്ട് ചില പട്ടികൾക്ക് 1 മാസമേ ഉള്ളൂ എന്ന്. അപ്പൊ അവൻ മാസ്റ്ററാണ്. ഓൾറെഡി കൺഫേം ചെയ്ത് കഴിഞ്ഞു നീ അവന്റെ അവനെ മാസ്റ്റർ കൊല്ലാതെ ആരാണ്. എനിക്ക് അവൻ ചാവണമെന്നില്ല. ഇല്ല, അവൻ തീർന്നു. നീ തീർന്നടാ, തീർന്നു. എന്തായാലും പാർട്ടും ഇല്ല ഇതിന്. അപ്പൊ പിന്നെ ചട്ടം നമ്മൾ മനസ്സിലാക്കിക്കും. കഷ്ടമുണ്ട്. വേറെ ഈ ഇപ്പം മറ്റേ വിനീത് പറയുന്നുണ്ടല്ലോ, ഇപ്പം യോസിയ പറഞ്ഞു പട്ടികളും പെണ്ണുങ്ങളും ഒരുപോലെ, ഹീറ്റിലുള്ള പട്ടിയും പെണ്ണും ഒരുപോലെയാ എന്നുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അത് ഇവരുണ്ടാക്കി പറഞ്ഞാണോ അതോ യോസിയ പറഞ്ഞിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ചിലർ ഉണ്ടാക്കി പറയുന്നത് ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും. പറഞ്ഞാണ്. അല്ല, ഉണ്ടാക്കി എനിക്ക് പറഞ്ഞ തോന്നുന്നത് അത് യോസിയ ഒരു പുള്ളിയുടെ നല്ലവനാണെന്നുള്ള രീതിയിൽ ഇല്ല തന്നെയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ആ പട്ടികൾ അമ്മാതിരി രീതിയിലാണ് അവർ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ പെണ്ണുമ്പിള്ളേനെ അതായത് അയാള് തിരിച്ചു വന്നില്ലെങ്കിൽ ആ പെണ്ണുമ്പിള്ള ആ വീട്ടിൽ കിടന്ന് ചാകും. ആ രീതി തന്നെയാണ് അയാൾ ആ പട്ടികളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അതെ. ഒരിക്കലും പക്ഷെ എന്നെ അല്ല ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സീനായിരുന്നു അത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ പട്ടികൾ ആ പെണ്ണിനെ കടിക്കും എന്നുള്ളത്. അത് ഞാൻ ഭയങ്കരമായിട്ട് അത് ഞെട്ടിയ ഒരു സീനാണ്. കാരണം നമ്മുടെ ഡോഗ്സ് എന്ന് പറയുന്നത് അത്രയും നമ്മളോട്, അതും ഇവര് ഫുഡ് കൊടുക്കുന്നില്ല, ബട്ട് then again അവരുടെ വീട്ടിൽ വളരുന്ന പട്ടിയാണ്, അവരെന്നും കാണുന്ന ഡോഗ്സ് ആണ്. അപ്പം വെരി ഫെമിലിയർ, അവരുടെ പാർട്ട് ഓഫ് ദ ഫാമിലി പോലെ വളരുന്നതാണ്. എങ്കിൽ പോലും ഈ പട്ടികള് എന്താണ് ഒരു വേറൊരു വേറൊരു ആണവിടെ വന്നപ്പോഴത്തേനും ആ പട്ടികള് അയാളെ നോക്കി കുരയ്ക്കുന്നതിലും കൂടുതൽ ഇവർ ആ വീടിന് വെളിയിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു ശാഠ്യത്തിൽ നിന്ന് കുരയ്ക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് വെരി ത്രെറ്റനിങ് ഇൻ എ വേ. എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സീനാണ് ഇത് ആ ഒരു സിനിമയ്ക്കകത്തില്. കാരണം ഐ നെവർ ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരി കടിക്കുംന്ന്. റെസിസ്റ്റ് ചെയ്ത് വെക്കുന്ന ഇസ് വൺ തിങ്, ബട്ട് കടിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം പട്ടികൾ എന്ന് പറയുന്നത് അത്ര ലോയൽ ആയിട്ടുള്ള ഒരു ബീയിങ് ആണല്ലോ. നമുക്കറിയാതെ നമ്മള് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചുമ്മാ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ജീവികളാണ് പട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഇത്രയും ഫാമിലി പോലെ ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കടിക്കും എന്നുള്ള ഒരു സാധനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദാറ്റ് വാസ് റിയലി ഷോക്കിംഗ് ഫോർ മീ. അപ്പം അത് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. അയാൾ എന്താണേലും അത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അയാൾ ആ പട്ടികളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ലൈയിങ് അബൌട്ട് ദാറ്റ്. എന്താണ് സരോജിയുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇത്ര ലൈക്ക് അവര് വരുന്നത് വരെ ശരിക്കും
ആ പെണ്ണുമ്പിള്ള അവരൊന്നും ചെയ്തിട്ടില്ല. ലൈക്ക് അവര് പുറത്തിറങ്ങാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ചിലപ്പം ആ പട്ടികളുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. റാദർ ദാൻ പുള്ളി പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചതിനേക്കാളും ആ പട്ടികളുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കും ഇവരത്ര നല്ലവരല്ലായിരിക്കും എന്നുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നാള് അവര് പറയുന്ന കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് വരുമ്പോ മാത്രം കറക്റ്റ് ആയിട്ട് അവര് അത് ആദ്യമൊക്കെ പറ്റുന്നത്രയും തള്ളി അകത്തോട്ടിടാനൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഇവര് പുറത്തോട്ട് ഇറങ്ങി വരും. കാരണം ഇവരുടെ ആ ലൈഫ് ആപത്തിലാന്ന് തോന്നുമ്പോഴാണ് ഈ പട്ടികള് കടിക്കുന്നത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ യോസി അങ്ങനെ മോശം ആളാവാൻ ഉള്ള ഇതെനിക്ക് തോന്നുന്നില്ല. അവരെ കാരണം വെളിയിൽ വിടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ കാണുന്നില്ലല്ലോ അവര് വെളിയിൽ പോകുന്നത്. അവരാ വീടിന് അവര് വെളിയിലോട്ട് നമ്മൾ അത്രയും കാണുന്നില്ലല്ലോ. അത് കാണിക്കേണ്ട ആവശ്യമില്ല. അതെന്തിനു നമ്മളെ ചുമ്മാ അങ്ങനെ ഷോട്ട് അത് ചെയ്യണമെന്നില്ല. അത് പക്ഷെ അല്ല കാണിക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ല നമുക്ക് അതിന്റെ അറിയില്ലല്ലോ ഇടയ്ക്കുള്ള പുള്ളിക്കാരി. അതിന്റെ ഇടയ്ക്കുള്ള കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഉം. അയാള് പോയതിന്റെ ഇടയ്ക്കുള്ള കുറെ ദിവസങ്ങൾ എന്തായാലും അവള് വീട്ടിൽ തന്നെ ഇരിക്കത്തില്ലല്ലോ, പുറത്തിറങ്ങും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ അവൾക്ക് പുറത്തിറങ്ങാനുള്ള അവൾക്ക് ആദ്യം തൊട്ടേ അങ്ങനെയാണെങ്കിൽ അവള് പുറത്തിറങ്ങാൻ ശ്രമിക്കത്തില്ലല്ലോ. അത് ആ പുള്ളിക്കാരിക്ക് പുറത്തിറങ്ങി സിറ്റിക്കകത്തോട്ട് അല്ലെങ്കിൽ ഒരു ടൗണിനകത്തോട്ട് പോകേണ്ട അവസ്ഥ അല്ലെന്ന് എനിക്ക് സിറ്റിക്കകത്ത് തോന്നുന്നത്. അല്ല അല്ല, അവിടെ വാറ നടക്കുന്ന സമയമല്ലേ, ഇങ്ങനെ ആ പുറത്തോട്ട് പോകാനും അങ്ങനെ ആ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ആ ആവശ്യത്തിനുള്ള പുള്ളിക്കാരിക്ക് ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം ആ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ നമ്മള് അയ്യത്ത് കപ്പ ഇട്ടിട്ട് അത് കുഴിച്ചെടുത്ത് കഴിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒബ്വിയസ്ലി വാർ ഇസ് ഗോയിങ് ഓൺ. അപ്പം ഒത്തിരി അങ്ങനെ വെളിയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയോ അല്ലല്ലോ. അപ്പം എനിക്കറിയില്ല ആ ഒരു കാര്യത്തില്. 2 പ്രാവശ്യം ഇവര് ഈ കാര്യം പറയുന്നില്ല. ഒന്ന് വിനീത് പുള്ളിക്കാരുടെ അടുത്ത് പറയുന്നു, പിന്നെ അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഇതേ കാര്യം പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. ശരിയാണ്, കറക്റ്റ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അത് എനിക്ക് ഞാൻ ആദ്യം ഇങ്ങനെ പട്ടി ഇങ്ങനെ പുള്ളിക്കാരനെ കടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ശരിക്കും ഇനിയിപ്പോൾ യോസിയാൻ ഇവന്മാർ വല്ലതും തട്ടിക്കാണോ, പുള്ളിയുടെ ബ്ലഡ് വല്ലതും മണത്തിട്ടാണോ ഇവരിങ്ങനെ കിടന്നിട്ട് കുരയ്ക്കുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ അത് ചിലപ്പോ വിചാരിച്ചു. തട്ടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്, പെണ്ണുമ്പിള്ളയെ അടിച്ചോണ്ട് പോകാൻ വേണ്ടി. ബട്ട് പക്ഷെ ഇവൻ തട്ടിയെങ്കിൽ വിനീത് തട്ടിയെങ്കിൽ പറയുന്നത് വിനീത് ജയിലിലാണെന്നാണ്, പറയത്തില്ലല്ലോ. പറയൂല. അതെ. ജയിലിലാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ല, അപ്പം പക്ഷെ അവസാനം പുള്ളിക്കാരിയോട് എന്താ പറയുന്ന, ജയിലിലാണെന്നുള്ളത്. ഓക്കെ, ജയിലിലാണ്. അയാളിപ്പോ ജയിലിലായിരുന്നു. ഇപ്പൊ ഇറങ്ങി കാണും, ചിലപ്പം നിന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ചത്തുപോയിട്ടുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. റൈറ്റ്. ശരിയാണ്. പിന്നെ പക്ഷെ ഇവര് കേരളത്തിൽ നിന്നാണെന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അയാള് ചിലപ്പോ നാട്ടിലോട്ട് അന്വേഷിച്ചുവാണെങ്കിൽ അയാൾക്ക് വരായിരുന്നു അല്ലേ. അത് അറിയില്ല. വാർ എവിടെയാണെന്നൊന്നും ടൈം ഒക്കെ അറിയില്ലല്ലോ. ആണല്ലോ, പൈസ വേണം. അത് ഈ അത്രയ്ക്ക് അങ്ങ് സ്നേഹം ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒബ്സഷൻ ആണെങ്കിൽ ചിലപ്പോ വന്നേനല്ലേ, അറിയില്ല. അതെ, ചിലപ്പോ അവിടെ അന്വേഷിച്ച് പിടിച്ചെങ്ങാനും അല്ല, ഇവിടെ എവിടാന്നും എങ്ങാനും. പറഞ്ഞോണ്ടേ, കേരളം അതിന് ചെറിയ സ്ഥലമൊന്നും അല്ലല്ലോ. അത് അത്യാവശ്യം സ്ഥലമുള്ള വലിപ്പമുള്ള സ്ഥലം. എവിടാന്ന് വെച്ചല്ലേ ശരിയാണ്. തപ്പുന്നത്. അത് ഇന്നത്തെ പോലെ ഇന്റർനെറ്റിലൊന്നും തപ്പി നോക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. പക്ഷെ അത് കൈനത്തൊരു കുര്യച്ചൻ മാത്രല്ല, ഡോക്ടർ കേരളം എന്ന് കാര്യമൊക്കെ അല്ലേ. പറയുന്നില്ലല്ലോ. ഇല്ലേ, ഇന്ത്യ എന്നാണ് കേരളം എന്ന് പറയുന്നത്. പറയുന്ന ഇന്ത്യയിലെ ബെസ്റ്റ് ഡോഗ് ബ്രീഡേഴ്സ് എന്നല്ലേ പറയുന്നത്. ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് മിലിറ്ററിന്നാണല്ലോ ഡോഗ് വരുന്നത്. ബ്രീഡേഴ്സിനോടൊക്കെ അന്വേഷിച്ച് കുര്യച്ചൻ എന്നുള്ള പേര് വെച്ച് ചുമ്മാ വേണേ ആലോചിച്ചു. തപ്പി വരാം. ബട്ട് കുര്യച്ചൻ ഈ സെക്കൻഡ് വൈഫ് ആയതുകൊണ്ട് പുള്ളിക്കാരി കുര്യച്ചനെ തപ്പി പിടിച്ചിട്ടും കാര്യമില്ലല്ലോ. ഈ പുള്ളിക്കാരിയെ തപ്പി പിടിക്കാനല്ലോ പാട്. ഇതാണെങ്കിലും എങ്ങനെയൊക്കെ ഇതാണെങ്കിലും ഇപ്പം പിന്നെ വേറെ എന്താണ് അതിൻ്റെ അകത്തൊരു തിയറി ഉണ്ടായിരുന്നു, വേറെ എന്തോ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. വിനീതിനെ എന്താണ്ട് കൊല്ലുന്നത് ഇവരല്ലേ. അപ്പൊ ഇവര് ഓടി നടന്ന് മലാത്തി. ചുമ്മാ ആൾക്കാരെ അതെ മാറ്റിയ. അതെ. പട്ടി ബൈനോക്കുലറും ഉണ്ടെന്ന് പുള്ളിക്കാരുടെ കയ്യിലില്ലേ കൊണ്ട് അതല്ലേ വെച്ചിട്ടല്ലേ പുള്ളി നോക്കിക്കൊണ്ട്, അതല്ലേ ഇവനാ കണ്ടത്. അതെ 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 അത് അതെ. നോക്കി അവൻ ആദ്യം ഞെട്ടുന്നതാണ്. അത് വളരെ നല്ലൊരു നമ്മൾ ചേട്ടത്തി അത്ര നല്ലതാണെന്നും അല്ല. അല്ല, ആൾക്കാരെ പിന്നെ വേറൊരു കാര്യമുണ്ട്. അത് പുള്ളിക്കാരിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാട്ടുമാക്കാൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് പുള്ളിക്കാരി അങ്ങനെ ഒരു ചേഞ്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അവസ്ഥ എന്തായിരിക്കും? പുള്ളിക്കാരി, അതായത് നമ്മളത് ചേട്ടൻ നല്ല ആളല്ലെന്ന് പറയുകയാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ആ ഒരു ചേഞ്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ലൈക്ക് അല്ല, കൊടിയച്ചനെ വെക്ക നോക്ക്. ഇവരുത്തനെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് പുള്ളിക്കാരിയോട് അമ്മാതിരി വൃത്തികേടാണല്ലോ ചെയ്തത്. ഇങ്ങോട്ട് ചെയ്യുമ്പോ ഓക്കെ, അങ്ങോട്ട് ചെയ്യുമ്പോ പാടില്ലേ? എന്ത് ഇങ്ങോട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാനാണെങ്കിൽ
അതിന് അതിനാണല്ലോ വലിയ റിവെഞ്ച് എന്ന് രസമായിരുന്നു. പറയുന്നത്. നമ്മൾ റിവെഞ്ച് മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്കത് ഓക്കെയാണ്. വൈ ഇസ് ദിസ് നോട്ട് ഓക്കെ വെൻ നമ്മൾ അതിച്ചേട്ടത്തി ഡസ് ഞാൻ എൻ്റെ ആദ്യത്തെ കാഴ്ചയിലേ ആ, ഇറ്റ്? ഞാനാണെങ്കിൽ ഉറങ്ങി പോയായിരുന്നല്ലോ. അപ്പം ഞാൻ തീർച്ചയായും. ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ഇവർ ഈ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, യോസിയയെ കുറിച്ച് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരത്തി മലേഷ്യയിലായിരുന്ന സമയത്തും ഇപ്പം നാട്ടിലും ഒരു തടവറയിൽ തന്നെയായിരുന്നു പുള്ളിക്കാരി ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഉം. അതെ. മറ്റേത് ഇവൻ്റെ കൂടെ, യോസിയാൻ്റെ കൂടെ അവനും കുറേ പട്ടികളുമായിട്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് രക്ഷകനായിട്ട് കുര്യച്ചൻ വരുന്നു, പട്ടികളെല്ലാം വെടിവെച്ച് കൊന്നിട്ട്. അതും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് അവൻ മെയിൻ പട്ടികളെയൊക്കെ വെടിവെച്ച് കൊന്നത്. അത് കുറേ നേരം പുള്ളി വെയിറ്റ് ചെയ്തു, കാരണം പുള്ളിക്ക് ആ മറ്റേ ബ്രീഡുകൾ വേണമെന്നുണ്ടായിരുന്നത് കൊണ്ട്. ഉം, ഉം. പിന്നെ നിവർത്തിയില്ലാത്തത് കൊണ്ട് പുള്ളി വെടിവെച്ച് കൊന്ന് ആണല്ലോ. അപ്പം അന്ന് തടവറയിൽ രണ്ടാമത്തെ ഇതിലും പുള്ളിയുടെ കീഴിൽ പുള്ളിയുടെ തടവറയിലായിരുന്നു. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാര് തിരിച്ച് കൺട്രോൾ ഏറ്റെടുത്ത പോലെ പട്ടികളെ വെച്ചിട്ട് പുള്ളീനെ തന്നെ ഗുഹയിൽ ട്രാപ്പ് ചെയ്ത് കൺട്രോൾ ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് ആ ഒരു ഇതിൽ തോന്നിയത്. ഉം. അതാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. മറ്റേ യോസിയായും ആ ഒരു തോട്ടിൻ്റെ ഇതിൽ തന്നെയായിരുന്നു, അതോ പുള്ളി പടത്തിൻ്റെ അകത്ത് പറയുന്ന പോലെ എന്താ പറയുന്നത്, പ്രായം കുറവാണെങ്കിലും അവരൊരു പുള്ളിക്കൊരു മകളെ പോലെയും കൂടെയാണ് പുള്ളി കാണുന്നത് എന്ന് പറയാം. അപ്പം ഒരു ചെറിയൊരു രീതിയിൽ എനിക്കിതൊരു സ്ത്രീ ശാക്തീകരണം ഉള്ള ഒരു പടമായിട്ട്, ഒരു വുമൺ എംപവർമെന്റ് ഉള്ള പടമായിട്ടാണ് എനിക്ക് ആദ്യത്തെ ഇതിൽ തോന്നിയത്. അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ? അല്ല, അത് പുള്ളിക്കാരി ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ. അത് അണ്ടർലൈനിങ് ആയിട്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അല്ലാതെ തന്നെ ഉണ്ട്. കാരണം മ്ലാത്തിച്ചേട്ടത്തിയുടെ ഒരു എന്താ പറയുന്ന ഒരു സർവൈവലിന്റെ കഥയും കൂടെയാണ് എന്നെ സംബന്ധിച്ച് എക്കോ എന്ന് ഈ പറയുന്നത്. കുര്യച്ചനെ ട്രാപ്പ് ചെയ്തിട്ട് കുറച്ച് നാളായി. പുള്ളിക്കാരിക്ക് ഉം. വേണമെങ്കിൽ മക്കളൊക്കെ ആണേലും അവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ അവർ റെഡിയാണ്. പുള്ളിക്കാരുടെ ഓൺ ചോയ്സ് ആണ്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. പിന്നെ മേ ബി അതും ഒരു കുര്യച്ചൻ രീതിയിൽ ഫ്രീഡം ഗുഹയിലായതുകൊണ്ട് ആണല്ലോ. കുര്യച്ചൻ ഗുഹയിലായോണ്ടാ അത്. ആ. ഞാൻ ഉദ്ദേശിച്ച കുര്യച്ചൻ ഗുഹയിലായോണ്ടാ. അല്ല, അതൊരു പുള്ളിക്കാരി പോയ അവൻ ഫ്രീഡോ പെട്ടു. ആണ്, ഒരു രീതിയിലൊരു റിവെഞ്ചും ആണ്, ഒരു സ്വീറ്റ് റിവെഞ്ചും ആണ് ആക്ച്വലി. കാരണം ഇത്ര നാള് വേണേ പുള്ളിക്കാരിയോട് അവനെ കൊന്നു ചെയ്തതിന് കളയാം കുര്യച്ചനെ, അല്ലേ? പക്ഷെ ആ. പുള്ളിനെ ട്രാപ്പ് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് അവിടെ തന്നെ കഴിഞ്ഞാൽ മതി. അത് പുള്ളിക്കാരി അനുഭവിപ്പിച്ചത് തിരിച്ച് കൊടുക്കണം. അതാണ്. പുള്ളിക്കാരി അല്ല, ഇത്ര ഇപ്പം നാള് പുള്ളി കള്ളന്മാരെ തടവിലിട്ടായിരുന്നു. ഇനിയുള്ള സരോജയുടെ ജീവിതം അഭിപ്രായം അനുസരിച്ച് എന്താണ്, വിനീതിനെയോ അല്ലെങ്കിൽ ഇപ്പൊ വിനീതിന്റെ ക്യാരക്ടറിനെയോ പിയൂസിനെ കൊല്ലുന്ന മ്ലാത്തിച്ചേട്ടത്തി ചെയ്യുന്നത് ഒരു ഒരു എന്താണ് ഗ്രേ ഷെയ്ഡഡ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു 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 ഗ്രേ കാര്യമായിട്ട്. ഷെയ്ഡാണ്, അത് ഉറപ്പാണ്. ചേട്ടത്തി ഗ്രേ ഷെയ്ഡഡ് ആണ്. അടിപൊളിയാളൊന്നുമല്ല. അല്ല, പക്ഷെ പുള്ളിക്കാരി തെറ്റാണ്. പിയൂസിനെ കൊല്ലുന്നത് വലിയ തെറ്റല്ല. കാരണം പിയൂസ് എന്നെ ചേട്ടത്തെ കൊല്ലാൻ പോവാ. ഓക്കെ. പക്ഷെ വിനീത് ചേട്ടത്തെ ഒന്നും ചെയ്യാൻ ഉള്ള പ്ലാൻ ഒന്നും ഇല്ല. പക്ഷെ ആ വിനീതിനെ ഉണ്ടായിരുന്നു എന്ന് കൊല്ലുന്നുണ്ട്. പറഞ്ഞായിരുന്നല്ലോ, അവന് നോട്ടം ഉണ്ടായിരുന്നു, കുര്യച്ചൻ ഒറ്റയ്ക്ക് നോ കൊണ്ടുപോയതുകൊണ്ടാ. അത് അത് പറയുന്നുണ്ട്. പക്ഷെ കൊല്ലാനുള്ള പ്ലാനില്ല. പിയൂസ് കൊല്ലാൻ ചെയ്തിട്ടല്ലോ, ചേട്ടത്തെ കൊല്ലാൻ പട്ടികളില്ലായിരുന്നു, പോവായിരുന്നു. ചിലപ്പോ പുള്ളിയാണെങ്കിൽ കൈവച്ചാനായിരുന്നു. കൊന്നേൻ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഉപദ്രവിച്ചാണ് ചിലപ്പോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊല്ലുകയല്ലായിരിക്കും, പക്ഷെ കുര്യച്ചൻ എവിടാന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാണ്. പക്ഷെ അതിന് മാത്രം പട്ടികളോടെ ഉണ്ടായിരുന്നോണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ ഈ ഇതുപോലെ ഇത്രയും ഇങ്ങനെ പട്ടികളെയൊക്കെ വെച്ചിട്ട് ഈ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പടം വേറെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലെന്നോ, അല്ലേ? അങ്ങനത്തെ ഒരു കണ്ടില്ല. ഈ ഒരു രീതിയിൽ അതാണ് ഇതിന്റെ അടിപൊളിയാണ് ഒരു ഇവരുടെ ഫിലിം മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ലൈക്ക് എല്ലാത്തിലും മറ്റേ കിഷ്കിന്ധാടത്തിലെ ഒരു കാടിന്റെ ബേസ് ചെയ്തിട്ടിട്ട്, കാടല്ല, അതൊരു ഫോറസ്റ്റിന് ചുറ്റുമല്ലേ അവരുടെ വീടായാലും ജഗദീഷ് ഇരിക്കുന്ന സ്ഥലമാണേലും എല്ലാം ഒരു കാടുമയമുണ്ട്. ഇതും അതുകൂട്ട് തന്നെ ഒരു കാടുമയം മയത്തിലാണ്. KGF ഒക്കെ ബ്ലാക്ക് മയത്തിലല്ലേ, ഇത് ഗ്രീൻ മയത്തിലാണ്. കരിമണൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് എല്ലാരും ഓഫ് ദി ടോപ്പിക്, എല്ലാരും ടോക്സിക്കിന്റെ ട്രെയിലർ കണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ടോക്സിക്, ഭയങ്കര ചർച്ച വിഷയമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിന്, എംപവർമെന്റിനെ കുറിച്ച് ഇറങ്ങി നെക്കോ. അപ്പം what do you think അത് about റീമാക്ക് അല്ലെങ്കിൽ toxic? എന്തോ സ്റ്റാറ്റസ് ഇട്ടത് കൺസെൻഷ്വൽ ആണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത് ഇട്ടിരുന്നത്. ഇവര് തന്നെ, ഗീതു മോഹൻദാസ് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നല്ലോ. എന്താണ് ഇത്, പറയേണ്ടവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഐ എം ചില്ലിങ്
ചില്ലിങ് എന്നോ എന്താ ഐ എം എൻജോയിങ് മൈ ടീ എന്നോ എന്താണ്ട് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ഏതോ ഒരു ന്യൂസ് ചാനലിന്റെ അതിൽ. അതായത് പുള്ളിക്കാരിക്ക് അതൊരു മാറ്റർ അല്ല, എന്താ പുള്ളി പറയാനുള്ളവരെല്ലാം പറഞ്ഞോണ്ട് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ. ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ മറ്റേ 2 തോണിയിൽ കാലൊക്കെ സെറ്റപ്പാ. വേറെ ഏതെങ്കിലും ചെയ്യുമ്പോ നമ്മള് ചെയ്യുമ്പോ ആഹാ. അല്ല, കാരണം കസബയില് ചെയ്തത് കൺസെൻഷ്വൽ അല്ലായിരുന്നു. ഇത് ഇപ്പം അല്ലല്ല എനിക്ക് അപ്പൊ അപ്പൊ ഈ സിനിമ കാണിക്കുന്ന കൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും സിനിമ കാണിക്കാൻ പാടില്ലെന്നാണോ? അയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ് സിനിമയ്ക്കകത്ത് അയാള് സൂപ്പറാന്ന് പറയുന്നില്ല. അയാള് നല്ല മനുഷ്യനാണ്. പക്ഷെ ഇവിടെ അവൻ ആ അസൂയ പരിപാടി കാണിച്ചിട്ട് പറയുന്നത്. തിരിച്ചു നടന്നു വരുമ്പത്തേക്ക് പുള്ളിയുടെ തന്നെ ബിജിഎം വിട്ട് മാസ് ബിജിഎം വിട്ടിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഗ്ലോറിഫിക്കേഷൻ ആവുന്നു. ഇതിന്റെ അകത്ത് ഇത് കഴിഞ്ഞിട്ട് പുള്ളി മാസ രീതിയിൽ തോക്ക് പിടിച്ചോണ്ടിറങ്ങിയായിരുന്നു. എന്താണ് ഇത്? അല്ല, പക്ഷെ എന്തൊക്കെ ഇതിന്റെ അകത്ത് പറഞ്ഞാലും പെണ്ണിന് ജസ്റ്റിഫൈ ചെയ്യാൻ പ്രശ്നമില്ല. പറ്റത്തില്ല. പെണ്ണിന് അല്ല, ഒബ്ജക്ടിഫിക്കേഷൻ വ്യത്യാസം ഇല്ല. എന്താന്ന് അതായത് പറയുന്നത്, പെണ്ണിന് ഇതിനകത്തില് അവര് ഒബ്ജക്ഷൻ ഇല്ല. ചെയ്യുന്നത് രണ്ടുപേർക്കും സമ്മതത്തിലാ ചെയ്യുന്നത്. മറ്റേതിനകത്തില് ഒരു ഗ്രോപ്പിംഗ് അവസ്ഥയാണ്. പുള്ളിക്കാരൻ കയറി പിടിക്കുകയാണ് പക്ഷെ പുള്ളിക്കാരിയെ. പുള്ളീനെ ആദ്യം വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അല്ല, ഇതും കൂടെ കാണിക്കുന്നു. അല്ലെങ്കിൽ വളയ്ക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിലും അവനൊരു നല്ലവൻ, ലൈക്ക് വൃത്തികെട്ടവനാണ്. അവനൊരു വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണ്. ആ സിനിമയ്ക്കകത്ത് എവിടെയും പറയുന്നില്ല. പറയുന്നില്ല, ആ മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്ത് ക്യാരക്ടർ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്, റോങ് ക്യാരക്ടർ. റോങ് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നതിൽ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ സ്വന്തം സിനിമകൾ ചെയ്യുക, നല്ല സിനിമകൾ ചെയ്യുക, അല്ലാതെ മറ്റുള്ളവർ ചെയ്യുമ്പം തെറ്റ് കണ്ടുപിടിപ്പിക്കാൻ നോക്കാതിരിക്കുക. അല്ല, ചൂണ്ടിക്കാണിക്കേണ്ടത് എനിക്കിപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഈ സീനിന്റെ അകത്ത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് പണിയേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്തിനായിരുന്നു അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത്. അതായത് ആ ഫ്യൂണറിൽ വന്ന എല്ലാരും കൊല്ലാൻ വേണ്ടിട്ടായിരിക്കുമല്ലോ പുള്ളി അങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി വന്നത്. അത് സ്റ്റൈലിൽ ചെയ്യാനാണ് എനിക്ക് ഉദ്ദേശിച്ചത്. അല്ല, ഇങ്ങനെ സ്റ്റൈല് കാണിക്കുന്ന ഏത് ഗ്യാങ്സ്റ്റർ ആണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ ഈ ഒന്നാമത് ഈ ചുരുട്ട് കത്തിക്കലും ഈ തോക്കും പിടിച്ചിറങ്ങിയവരിലൊക്കെ ഇപ്പൊ കൊറേ ആയതുകൊണ്ട് ഈ മാർക്കോ അടക്കം അതും ഇതിന്റെ വിഷ്വലും എന്തോ മാർക്കോ പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. അവന്റെ മാർക്കല്ല, കോസ്റ്റ്യൂമും എനിക്ക് ആദ്യം വെനസ്ഡേ എന്ന് തോന്നിയ കോസ്റ്റ്യൂം കണ്ടപ്പം. ബ്ലാക്ക് കേട്ട്, ഫുൾ ബ്ലാക്ക്. പിന്നെ പീക്കി ബ്ലൈൻഡേഴ്സ് ഇവരിച്ചു. പീക്കി ബ്ലൈൻഡേഴ്സിൽ വെനസ്ഡേ, ഇത് ഭയങ്കര. ഇന്നത്തെ പിന്നെ കൊച്ചു പ്രശാന്ത് നീൽ. ഗീതു മോഹൻദാസ് ആയതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ നമ്മുടെ ചക്രവാണിയുടെ അടുത്ത് പറഞ്ഞു, ഈ ഇംഗ്ലീഷിലെ ഡെത്ത് പ്രൂഫ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് കർട്ട് റസലിന്റെ. പുള്ളി ഒരു സ്റ്റണ്ട്മാൻ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കാറുണ്ട് പുള്ളിക്ക്, കാറിലാണ് പുള്ളിയുടെ സ്റ്റണ്ടൊക്കെ നടത്തുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറേ പെണ്ണുങ്ങളെ ഇതുപോലെ ആദ്യം പുള്ളി പണി കൊടുക്കും, പിന്നെ അവളുമാരെല്ലാം കൂടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ പുള്ളിക്കിട്ട് പണി കൊടുക്കുന്ന രീതിയിലാണ് ആ പടം അവസാനിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഈ ടോക്സിക്കിൻ്റെ അകത്ത് യാഷ് ഒരു പേര് പോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഒരുത്തൻ. കാര്യം കുറേ നായികന്മാരുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് മെയിൻ ഇതായിട്ട് വരുന്നത്. ഹിമ ഖുറേഷി, നയൻതാരയൊക്കെ ഉണ്ടല്ലോ. ലാസ്റ്റ് ഇവര് എല്ലാരും കൂടെ കൂടി യാഷിനിട്ട് പണി കൊടുക്കുന്നു, അവനെ പെട്ടിയിലാക്കുന്ന പോലെയാണ് പടം എന്നുണ്ടെങ്കിൽ അപ്പം അതൊരു അല്ലേ, പുള്ളിക്കാരുടെ രീതിയിൽ അവരുടെ ഒരു ഇത് വരുമ്പം ഐഡിയോളജി ഒക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ വരാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ആക്ച്വലി ഒരു നല്ല തോട്ടാണ് കേട്ടോ. പിന്നെ ഗീതു മോഹൻദാസ് ഇപ്പൊ KGF ചെയ്ത് കഴിഞ്ഞിട്ട് ഗീതു മോഹൻദാസിനെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വെറൈറ്റി ചോയ്സ് ആയിരുന്നല്ലോ. അതും 2-3 വർഷം ആയല്ലോ ഇതിന്റെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. അത് ആരോ ഇങ്ങനെ കോമഡി പറയുന്ന കേട്ടു, കഴിഞ്ഞ ടീസർ വന്നത് പുള്ളിയുടെ ഒരു ബർത്ത്ഡേക്കാണ്, ഈ ടീസർ വന്ന അടുത്ത ബർത്ത്ഡേക്കാണ്, ഇനി അടുത്ത ബർത്ത്ഡേക്ക് പ്രതീക്ഷിച്ചാൽ മതി ട്രെയിലർ. ഓക്കെ ചിലപ്പോ പടം അടുത്ത അല്ല പടത്തിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചല്ലേ, 19 മാർച്ച്. ഭാഗ്യം വന്നെങ്കിൽ ഭാഗ്യം. പക്ഷെ ഓൺ എൻ അതർ നോട്ട്, ഇതിപ്പോ ഇതിന്റെ അകത്തില് എനിക്ക് ട്രെയിലർ കണ്ടപ്പോ ഇത് ഒബ്വിയസ്ലി നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ പെട്ടെന്ന് അതിനെ നോട്ട് ചെയ്തത്. ബട്ട് എനിക്ക് അതിന്റെ കളർ ഗ്രേഡിങ്ങും അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കണ്ടോണ്ടിരുന്നപ്പോഴേ. ഐ മീൻ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇത് കണ്ടിട്ട്. ആൾക്കാര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം കൺസെൻഷ്യൽ ആണെന്ന് പറഞ്ഞാലും ഇപ്പം
അതിപ്പോ സിനിമയ്ക്കകത്ത് മറ്റേ ഐറ്റം ഡാൻസ് ഒക്കെ കളിക്കുന്ന ഇവരുണ്ടല്ലോ. ആ അത് ആൾക്കാര് പറയുന്നുണ്ടല്ലോ ഒബ്ജക്ടിഫിക്കേഷൻ ആണ് സ്ത്രീ അതെ അതെ ശരീരത്തെ അതെ വെച്ചിട്ടുള്ളത്. ഉം, അപ്പൊ ഉം. ഇത് കൺസെൻഷ്വൽ ആണെങ്കിലും ഹീറോയ്ക്ക് ഒരു എലവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനം അതെ അതെ കാണിക്കുവല്ലേ, അത് ഒബ്ജക്ടിഫൈങ് അല്ലേ എന്നാണ് ഇതിന്റെ ഇത് ട്രോൾ ചെയ്യുന്ന ഉറപ്പായിട്ടും ആൾക്കാരുടെ വാദം അതാണ്. അല്ല അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ കസബയുടെ ഇഷ്യൂ മാത്രമല്ല മെയിൻ പ്രോബ്ലം. വേറെ ഗീതു മോഹൻദാസിന്റെ പഴയ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വൈറലായിട്ട് ഫാമിലി കാണാൻ പൊക്കോണ്ടിരിക്കുന്നത്. പാടില്ലാത്തത് ആ കാണിക്കും. അത് ഈ അതെ അതെ. ആഷം പറഞ്ഞിട്ടുണ്ട് അവന്റെ പടത്തില്. എന്റെ പേരൻസിന് കാണാൻ പറ്റാത്തതൊന്നും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ആ പടത്തില് ഇന്റർവ്യൂ. കാണിക്കത്തില്ല എന്ന്. അതെ 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 തീർച്ചയായും. ഇതവർക്ക് ഓക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അതിപ്പോ ഇത് പടത്തിലില്ലായിരിക്കും. ഏത് അനൗൺസ്മെന്റിന്റെ ഇതിനു വേണ്ടി എനിക്കും മാത്രമുള്ളതാണെങ്കിലും തോന്നുന്നില്ല കേട്ടെ. എന്റെ മനസ്സിൽ ഈ സാധനം പടത്തി വരത്തില്ല. ഇത് ചുമ്മാ ഒരു ചുമ്മാ ഒരു ഇത് കിട്ടാൻ അനൗൺസ്മെന്റ് വേണ്ടിട്ടല്ലേ. കൂട്ട് മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഇത് പടത്തിൽ പക്ഷെ കാണുന്നു. അപ്പോഴും ഇത് എടാ, അവരുടെ ഇത് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ എത്തിക്കലി റോങ് ആണല്ലോ. കാര്യം പടത്തിന് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കൺസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വുമൺ ഏതൊക്കെ നോക്കിയാലും റോങ് ആണ്. ഒബ്ജക്ടിഫിക്കേഷൻ. അത് ശരിയാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഈ ഒരു സിനിമയ്ക്കകത്ത് വരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത് ഇവൻ ഈ വെടിവെക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഇവൻ വെടിവെക്കാൻ പോകുന്നതെന്നാണ് ഞാൻ. പിന്നെ ഷൂട്ട് ദം അപ്പ് പോലത്തെ ഇതാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഷൂട്ട് ദം അപ്പ് സിനിമയുണ്ട് ഹോളിവുഡിൽ, അതിൻ്റെ അകത്ത് ഇതുപോലെ. പക്ഷെ അതൊരു എന്താ പറയുന്ന ഒരു ഹൈപ്പർ പടമാണ്. അതായത് ചുമ്മാ ഇങ്ങനെ എന്താ പറയുന്നത്, അവര് മോണിക്ക ബെല്ലുച്ചിയുമായിട്ട് നായകൻ സെക്സ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് പുള്ളി കുറെ എണ്ണത്തിനെ വെടിവെക്കുന്നത്. അത് ആ അത് അല്ലേ? അത് ശരിയാ, നല്ല സാധനമാണ്. പക്ഷെ അത് ഇതുപോലെ അല്ല. അത് അതിൻ്റെ അകത്ത് അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുമ്പോൾ അത് എന്തിനായിരുന്നു എന്നുള്ള രീതിയിലൊരു. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ കസബയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. കസബ കണ്ടിട്ട് എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മമ്മൂട്ടിയുടെ അടിയുള്ള നടത്തമൊക്കെ സൂപ്പറായിരുന്നു. പുള്ളിക്കാരി ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചില്ല, പുള്ളിക്കാരി എൻജോയ് ഞങ്ങളുടെ ചെയ്തു. വീട്ടിലും കസബ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഓർമ്മ അത് ശരിയാണെങ്കിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന അത് ഉണ്ടയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഉണ്ടയോ കസബയോ ഏതോ ഉണ്ടായെന്ന് ഒരെണ്ണം തോന്നുന്നു. കണ്ടിട്ടുണ്ട്. കസബയാൻ വഴിയില്ല. ഉണ്ടായെന്ന് തോന്നുന്നു. ആയിരിക്കും. അത് എന്താ അത് ഈ നമ്മളെ കാണുന്നവര് അതിപ്പം ഇവരിങ്ങനെ കാണിച്ചു, ഇത് എലവേഷനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് അയാൾ ഒരു വൃത്തികെട്ടവനായിരുന്നു അതുകൊണ്ട് അങ്ങനെ കാണിച്ചു, ഇതിൻ്റെ അകത്ത് യാഷ് ഗ്യാങ്സ്റ്ററാണ്, ടോക്സിക് എന്നാണ് പടത്തിന്റെ പേര് തന്നെ, അതുകൊണ്ട് എന്തും കാണിക്കാവുന്നാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അറിയില്ല, ഇതൊരു പ്രത്യേക ഡിസ്കഷനാണ്. കാര്യം നമ്മുടെ ഇപ്പൊ കേരള സ്റ്റോറിക്കകത്ത് അവർ കാണിക്കുന്നതും സിനിമയുടെ എന്താ പറയുന്നത് സംവിധായകന്റെ ചോയ്സ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന അപരാധമാണെന്ന് നമുക്കറിയാം. അതിന്റെ പാർട്ട് വേറെ വരുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക ഡിസ്കഷനാണ് എന്ത് സിനിമയിൽ കാണിക്കാം, അതെങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ ഒരു നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയാണ്. കാര്യം അനിമലിനെ എല്ലാവരും വിമർശിച്ചായിരുന്നു. അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് പേര് അനിമൽ എന്നാണ്, അവൻ കാണിക്കുന്ന അനിമലിസ്റ്റിക് ടെൻഡൻസീസ് ആണ്. രാഷ്മികയ്ക്കും കൺസെൻഷ്വൽ ആയിരുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? പുള്ളിക്കാരി അതിൻ്റെ അകത്ത് എതിർക്കുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ മറ്റേ വള്ളി പിടിച്ച് വലിക്കുമ്പോ ഭാര്യയാണല്ലോ. വേദന എടുക്കുന്നോണ്ട് ഭാര്യയാണെന്നുള്ള ഒരടി കൊടുക്കുന്നുണ്ട് എന്നുണ്ട്. ആ. അതിപ്പം അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, കൺസെൻഷ്വൽ ആയിട്ട് ഭാര്യനെ എടുത്തിട്ട് പെരുമാറുന്ന ഒരുത്തൻ, അതെ അതെ അതെ. അവക്ക് ഞാൻ അതുകൊണ്ട് അത് കുഴപ്പമില്ല, പറഞ്ഞു. കലിപ്പന്റെ ഭാര്യയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാന്താരിയാണ്. ഞാനത് ആലോചിച്ചായിരുന്നു. അതായത് വീട്ടില് ഭാര്യയാണെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡില് ചെയ്യുന്ന അതാണ് ഇതിപ്പോ ആൾക്കാരുണ്ട്. കൺസെൻഷൻ ആയിട്ട് എന്തും ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ ചിലതൊക്കെ അതെ. നമുക്ക് ശരിയാണ്. എന്താ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ കൺസെൻഷൻ ആണെന്ന് കറക്റ്റ്. പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല, ഇതെങ്ങനെ ഒരു പ്രത്യേക ടോപ്പിക് ആയതുകൊണ്ട്. യെസ്, യെസ്, ഞാനത് അപ്പം ജസ്റ്റ് ഒരു ടീച്ചർ വന്നതുകൊണ്ടും ഇപ്പൊ യാഷിന്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഫീമെയിൽ എംപവർമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു എംപവറിംഗ് ടീച്ചറിനെ കുറിച്ച് സംസാരിക്കാന്ന് ഞാനിങ്ങനെ വിചാരിച്ചോണ്ട്. ചക്രവാണിയുടെ അടുത്ത് പറഞ്ഞേ, അതിപ്പം ഏ, അവനിങ്ങനെ ചോദിച്ചായിരുന്നു ഇത് ഇപ്പൊ ഒരു തരത്തിൽ ഹിപ്പോക്രസി അല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ല, അതിപ്പം ആണുങ്ങള്, അതായത് മെന്നിന്റെ ഇതിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് അത് റോങ് ആണ്. പക്ഷെ ഫീമെയിൽസ് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവുമല്ലോ. അപ്പൊ അത് തെറ്റല്ല. കാര്യം അവരുടെ കണ്ണിലൂടെ വരുമ്പോഴത്തേക്ക് അത് ഒബ്ജക്ടിഫിക്കേഷൻ ആവുന്നില്ല. ഓപ്പോസിറ്റ് സെക്സ് അത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് പ്രശ്നമാവുന്നത്.
ഇപ്പൊ See, ഗീതു ഇതാണ് മോഹൻദാസ് കാണിച്ചപ്പോ കണ്ടല്ലോ, പറഞ്ഞില്ലേ ഇപ്പം അത് കൺസെൻഷ്യൽ ആണെന്ന്. പല പല സിനിമകളുടെ ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് പുള്ളിക്കാരി സ്റ്റാറ്റസ് ഇട്ടത്. ഈ ഉം. സാധനം ഇപ്പൊ സന്ദീപ് വാങ്കറെഡ്ഡി ചെയ്തിരുന്നെങ്കിൽ സീൻ വേറെ ആയേനെ. അതാ പറഞ്ഞേ. അപ്പൊ അത് പുള്ളിക്കാരി അങ്ങനെയാ പറഞ്ഞേ, ഇത് ഒരു ഫീമെയിൽ ഗേസിലൂടെ ഉള്ള ഒരു ഗാങ്സ്റ്റർ പടം എന്നാ പറഞ്ഞേ. അപ്പം ഇറ്റ്സ് ഓക്കെ, നമ്മളങ്ങനെ കണ്ടാൽ മതി. ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാൻ അർത്ഥമുണ്ട്, ചിന്തിച്ചു. ഞാൻ അങ്ങനെ കണ്ടു, എനിക്കിതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് എനിക്കറിയില്ല. അറിഞ്ഞൂടാ ഞാൻ എന്താണ് എപ്പോഴും അതിന്. ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു ടോപ്പിക് വരുമ്പോഴത്തേനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു 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 സംസാരം വരുമ്പോഴത്തേനെ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് ഈ ഫെമിനിസം എന്ന് പറയുന്ന സാധനത്തിനെ ഇപ്പം ഭയങ്കരമായിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിനെ എന്തുവാണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഈ WCCനെ ഈക്വലന്റ് ടു ഫെമിനിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അത് കാലത്ത് എന്തോ വൃത്തികെട്ട വാക്ക് പോലെയാണ് പറയുന്നത്. ആണ് അതിന്റെ ആണ് ഒറിജിനൽ മീനിങ്ങും എന്തിനു വേണ്ടിയിട്ടാ ഇറ്റ്സ് അത് സോ വന്നതെന്നുള്ളതൊക്കെ ആൾക്കാർ മറന്നു. ഇറ്റ്സ് സോ ഡിപ്രസിങ്. വോക്കിന്റെ എനിക്കത് കാര്യം ഭയങ്കര പറഞ്ഞ പോലെയാ. അതെ അതെ വോക്ക് അതെ എന്നുള്ള അതെ. വാക്കിന്റെ പക്ഷെ അർത്ഥം വോക്ക് അതായിരുന്നല്ലോ, ടു ഇച്ചിരി ബി അവേക്ക്. ഔട്ട് ഓഫ് ഹാൻഡ് ആയി പോയി. ഫോർ മീ ഫെമിനിസം സ്റ്റിൽ അല്ല, അത് ഇറ്റ് ആൾക്കാര് ഹാസ് ഒരു സാൽവേഷനുള്ള ഒരു മാർഗമുണ്ട്. പക്ഷെ വോക്കിന് അതുണ്ടെന്ന് എനിക്കിനി തോന്നുന്നില്ല. പിന്നെ ആൾക്കാർ അതിന്റെ മീനിങ് മാറ്റിയതാണ്. ടു ബി അതെ അവേക്ക് എന്നുള്ള രീതിയിലാണ് അത് വന്നത്. പക്ഷെ അതിന്റെ കോൺസെപ്റ്റും അതിന്റെ പുറകിലുള്ള മീനിങ്ങും എല്ലാം മാറി ഇപ്പം വേറൊരു രീതിയിലോട്ടായി. അതുപോലെയാണ് ഇനി ഫെമിനിസം അതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഞാൻ എനിക്ക് ഫെമിനിസ്റ്റ് ആണെന്ന് ഭയങ്കര പറഞ്ഞാല് സങ്കടമുള്ള അതെ എനിക്ക് ഞാൻ സത്യം പറയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി പേര് ഞാനും ദിഗുവും ഫോർ കേൾക്കുന്നവരുടെ ഇൻഫർമേഷൻ, ഞാനും ദിഗുവും നമ്മുടെ ചക്രവാണിയും വേറെ ആരുള്ള നമ്മുടെ നമ്മുടെ ചാനലിലുള്ള വേറെ ഒരാളും കൂടെ ഡോക്ടർ ഉണ്ടല്ലോ, സിൻസ്. സോറി ഡോക്ടർ സിൻസ്, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പം മൈ പോയിന്റ് ബീങ്, അപ്പം നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒത്തിരി പേര് ഇങ്ങനെ പറയുമായിരുന്നല്ലോ, ലൈക്ക് ആണുങ്ങൾ തന്നെ പറയായിരുന്നു, ലൈക്ക് വി ഫെമിനിസ്റ്റ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഗൈസ് ആർ ടോക്കിംഗ് അബൌട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നത്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന എന്താണ് മെയിൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. കാരണം അന്നേരം അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നില്ലേ, പറയുന്നതിനൊരു മീനിങ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ സഡൻലി ഞാൻ ഓർക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ദിസ് ഇസ് ആഫ്റ്റർ അസ് കംപ്ലീറ്റിംഗ് ബാച്ചിലേഴ്സ്. ഇതൊരു ഭയങ്കര പേഴ്സണൽ ഇൻസ്റ്റൻസ് ആണ്. നമ്മുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ സമയത്ത് നമ്മൾ പലരും പല വഴിക്ക് പോയി. ആൻഡ് ഐ വാസ് സ്റ്റഡിങ് മൈ മാസ്റ്റേഴ്സ് ഇൻ കേരള. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ കോളേജിൽ ഇരിക്കുന്ന സമയത്ത്, കോളേജ് നേരത്തെ തുടങ്ങും എന്തോ ചെയ്തത്, ഞാൻ നേരത്തെ ചെല്ലുമോ എന്തോ ചെയ്തു. അപ്പം അവിടെ ആരുമില്ല, കോളേജിൽ ആരുമില്ല, സെക്യൂരിറ്റിയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ അകത്താരോ ഉണ്ട്, തൂക്കുന്ന ചേച്ചിയോ ആരണ്ടൊക്കെ ഉണ്ട്. അപ്പൊ വേറൊരു കൊച്ചു വന്നു. ഷീ സിറ്റിംഗ് നെക്സ്റ്റ് മീ. അവിടെ ഞങ്ങൾ ക്ലാസ് റൂം തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന്റെ തിണ്ണക്ക് ഇരിക്കുക, അതിന്റെ ഒരു കോറിഡോർ ടൈം സ്ഥലത്തിരിക്കുക. ആൻഡ് ദെൻ ഷീസ് ഇൻ ദ കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനത്തെ എന്തോ ഡിപ്പാർട്ട്മെന്റിലുള്ള കൊച്ച. എൻ്റെ ജൂനിയർ ആണ്. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ, ഞാൻ മാസ്റ്റർ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിക്കുന്നത്. ആൻഡ് ദെൻ ഷീ വാസ് ലൈക്ക്, ഞാൻ ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞപ്പോൾ ഷീ വാസ് ലൈക്ക്, ഓ ലിറ്ററേച്ചർ ആണോ, ഓക്കെ ഓക്കെ, ഫെമിനിസത്തിനെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ഇറ്റ് വാസ് ഫൺ. ഓക്കെ, ഞാൻ പിന്നെ കൊച്ചിനെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ ഫൺ ടോക്ക്. രസമുണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ആൻഡ് ദെൻ പുള്ളിക്കാരിയുടെ സംസാരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അത് ഞാനപ്പം അതിന്റെ ഒരു എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ആ കൊച്ചു ഇങ്ങനെ പറയാ, ഫെമിനിസം എന്ന് പറയുന്നത് എന്തൊരു ഇപ്പൊ ആവശ്യമില്ലാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും ബെറ്റർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫെമിനിസം തീരുമോ എന്നുള്ള രീതിയിൽ, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ടോക്ക് പോകാൻ തുടങ്ങി. അതല്ലല്ലോ ഫെമിനിസം. അതല്ല ഫെമിനിസം എന്ന് പറഞ്ഞ കൊച്ചിനോട് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇപ്പൊ അതിന് ആ കൊച്ചൻ എനിക്ക് തന്ന ഒരു എക്സാമ്പിൾ എന്നായിരുന്നു എന്നറിയാവോ? ഇതിന് ഈ ഒരു ഞങ്ങൾ ഈ സംസാരിക്കുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ there was an interview. പാർവതി തിരുവോത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇന്റർവ്യൂവിന്റെ പ്രശ്നമല്ല, ഇന്റർവ്യൂ ഓക്കെ ആയിരുന്നു. ബട്ട് ദ ഇന്റർവ്യൂ വാസ്, പുള്ളിക്കാരി ഹുക്ക വലിച്ചുകൊണ്ടിരുന്നിട്ട് ഷി വാസ് ഡൂയിങ് ദ ഇന്റർവ്യൂ. അപ്പം അതിന്റെ അത് ഈ കൊച്ചനോട് ചോദിക്കുകയാണ്, ആ കൊച്ചു ഇന്നേ വരെ അത് അത്യാവശ്യം ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നതാണ്, അതിന് ഇങ്ങനെ സിനിമ ആണെന്നേലും ഇങ്ങനത്തെ സൈഡ് ടോക്സ് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറയാം. ആൻഡ് ദെൻ അവള് പറയാ, ഇന്റർവ്യൂല് ജയറാം സിഗരറ്റ് വലിച്ചോണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്.
ആ കൊച്ചറി ഞാൻ ഇന്നേ വരെ ഒരു അതിന്റെ നമുക്ക് മെയിൽ മോഡേൺ വെർഷനായിട്ട് കണ്ടാ മതി. ഒരു മെയിൽ ഇങ്ങനെ വന്നിരുന്നിട്ട്, അതായത് ഇന്നത്തെ കാലത്തെ കാര്യം കൂടെയാണ് കൊച്ചു പറയുന്നത്. ഇന്നത്തെ കാലത്ത് സ്മോക്കിംഗ് ഒക്കെ ആ. കുറച്ചുകൂടെ ഫ്ലോണ്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ. പണ്ട് ആ കാലത്ത് അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ മറ്റേ ജയറാമിന്റെ ഒരെണ്ണമുണ്ട് അതുപോലെ. അത് ഞാൻ കണ്ടിട്ടില്ല, രജനീകാന്തിന്റെ എനിക്കറിയില്ല. ഒരെണ്ണമുണ്ട്. ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ പഫ് രജനീകാന്ത് ഇടുന്നു. തന്നെ പുള്ളി പിന്നെ അതിനെ നമ്മുടെ രഞ്ജിത്തിന്റെ സ്റ്റൈലൈസ് ചെയ്ത ഒരെണ്ണം ആളാണ്. ഉണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ വീടിന്റെ തിണ്ണായിരുന്നിട്ട് പുള്ളി നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നത്. അല്ല, അതാണ് ആ കൊച്ചു അതുപോലെ ചോദിക്കുന്നത്. ഇൻ കേസ് ഇനിയിപ്പോ ആ കൊച്ചു അത് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അതായത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഒരു ആണ് അവിടെ ഇരുന്നിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന. ഐ ഹവ് നെവർ സീൻ ഇറ്റ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അത് തന്നെ ചെയ്യുന്നതാണോ ഫെമിനിസം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് മൂവ്മെന്റ് ആക്ച്വലി അബൌട്ട് എന്ന് ഇങ്ങനെ ചോദിക്കുക. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വേർ ദിസ് ഇസ് ഗോയിങ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്കിപ്പം ഞങ്ങള് വേറൊരു കാര്യമുണ്ട്, എനിക്കറിയില്ല ഇത് കേരളത്തിന്റെ ഏതൊക്കെ ഭാഗത്തിൽ ഇതിന് എന്തുമാത്രം എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹൗ ഇസ് ദിസ് എന്ന് എനിക്ക് അറിയത്തില്ല. വി ആർ ഫ്രം ദ മിഡ് പോർഷൻ ഓഫ് കേരള. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കോട്ടയം ഏരിയയിൽ പഠിച്ചതുകൊണ്ട് വി സി എ ലോട്ട് ഓഫ് കോളേജസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ഉള്ള സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ടാണോന്നും അറിയില്ല. വി സി ഫീമെയിൽസ് ഹു ആർ മോസ്റ്റ്ലി BA അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഒക്കെ എടുത്ത പെണ്ണുങ്ങളെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്, നമ്മുടെ പ്രായത്തിലുള്ള. എനിക്കറിയില്ല വേറെ ഭാഗങ്ങളിൽ എങ്ങനെയാണ്. ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ്. സോ അത് എന്റെ അജ്ഞതയാണ്, എനിക്കറിയില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന്. സോ ഷീ വാസ് ലൈക്ക്, ഇപ്പം നമ്മുടെ ചുറ്റിനുള്ള പെണ്ണുങ്ങളെ എടുത്ത് നോക്കി, എവറിബഡി ഈസ് എഡ്യൂക്കേറ്റഡ്, എവറിബഡി ഈസ് ഗെറ്റിംഗ് ദ ചാൻസ് ടു ഗോ ടു സ്കൂൾ. കേരളത്തിൽ ഇറ്റ് ഈസ് ഓക്കെ. നമുക്കിതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് അത് എത്തി. പക്ഷെ ദിസ് ഇസ് ദ പ്രോബ്ലം. എന്താ ആവശ്യമുണ്ടോന്ന്? എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ? ഫെമിനിസത്തിന്റെ ആവശ്യമുണ്ടോ എന്ന്, ഫെമിനിസത്തിന്റെ ആ ഒരു മൂവ്മെന്റിന്റെ ആവശ്യം ഇന്ന് ഇനിയിപ്പോ കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു എല്ലാവരും നിലയില്. പുരോഗമിച്ചില്ല, ഇനി എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നോ? അതെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കും. ബിക്കോസ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് മൂവ്മെന്റ് വാസ് അബൌട്ട്, അല്ലെങ്കിൽ വാട്ട് ദിസ് മൂവ്മെന്റ് ഈസ് അബൌട്ട്. അത് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടൊരു തെറ്റിദ്ധരിക്കപ്പെടുകയും, പ്രത്യേകിച്ച് ഇപ്പൊ ഈ WCCയുടെ ഈ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇറ്റ് ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് ഇക്വേറ്റഡ് വിത്ത് WCC. ഐ ജസ്റ്റ് ഡോണ്ട് അതിന്റെ ലൈക്ക് അകത്ത് ഇറ്റ്. തന്നെ ഉള്ളവർക്ക് മറ്റേ ഇപ്പം റീമേക്ക് ആണെങ്കിലും എന്തോ സെക്ഷൽ അലിഗേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആളുമായിട്ട് സഹകരിച്ചു. അത് അവരുടെ ഇതിന്റെ അകത്ത് സംഘത്തിന്റെ അകത്ത് തന്നെ ഉള്ള ആള് ഉന്നയിച്ച ടീമുമായിട്ട് തന്നെ അവരൊക്കെ സഹകരിച്ചു എന്നൊക്കെ ഉള്ളതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം. ഇതിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പുറത്ത് കാണപ്പെടുന്നവരിൽ തന്നെ ഇങ്ങനത്തെ വിരോധാഭാസങ്ങളൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ അത് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പം വേടന്റെ കേസിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ മറ്റേ അത് കൺസെൻഷ്യൽ ആയിരുന്നു, അതുകൊണ്ട് അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നം മറ്റേ വരുന്നത്. റീമ അതുകൊണ്ടാണ് ഈ കല്ലിങ്ങളുടെ മറ്റേ ഫെമിനിസ്റ്റ് ഇന്റർവ്യൂ നീ കണ്ടിട്ടില്ലേ? അതായത് കസബക്കകത്തില് അത് ഹീറോ ചെയ്തപ്പോഴാണ് ഞങ്ങക്ക് പ്രശ്നം, വില്ലൻ ചെയ്യുമായിരുന്നു ഞങ്ങക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന്. What are you talking വില്ലൻ about? ചെയ്താലും ഹീറോ ചെയ്താലും രണ്ട് തെറ്റ് തന്നെയല്ലേ. ഇത് എനിക്കിത് കേട്ടപ്പോ മറ്റേ ദിലീപിന്റെ കേസിൽ മറ്റേ ഭാവനയുടെ വക്കീല് വന്നിട്ട് വലിയൊരു ഒരു പൊട്ടത്തരം പറഞ്ഞായിരുന്നല്ലോ. അതിപ്പം അതായത് ദിലീപ് ചെയ്തിരുന്നെങ്കിലും പ്രശ്നമില്ല, മറ്റേ ഇവൻ ചെയ്തതുകൊണ്ടാണ് കൂടുതൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ. അതായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതി. അതെങ്ങനെയാ പുള്ളിക്കാരി പറഞ്ഞു എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്റെ ദൈവം, എന്താണ് എനിക്കറിയാം. അപ്പം This is a bigger topic അല്ലേ. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എൻഡ് ചെയ്യാൻ പറ്റാത്ത. നമുക്ക് വേറൊരു ദിവസം അതെ തീർച്ചയായും. അങ്ങോട്ട് ഒത്തിരി പോകുന്നുണ്ട്. കമ്മിങ് ബാക്ക് ടു എക്കോ, അപ്പൊ എങ്ങനെയുണ്ട് എക്കോനെ കുറിച്ച് ഇനിയിപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമുക്ക് ഇതിനെ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് നിങ്ങൾ പറയോ, നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സ് പറയും, നമുക്ക് ഇതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ടോക്ക് അബൌട്ട് ഫെമിനിസം ആൻഡ് വാട്ട് ആർ ദ മൂവ്മെന്റ്സ് ഗോയിങ് ഓൺ ഇൻ ഫിലിംസ് ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്. അപ്പം ഞങ്ങൾക്ക് കമന്റ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് DM ചെയ്യോ എന്തെങ്കിലും ചെയ്യൂ. ബട്ട് യെസ്, കമ്മിങ് ബാക്ക് ടു പറയുന്ന ആൾക്കാർ ഓർക്കണം, ഒരു 3 മണിക്കൂർ പോഡ്കാസ്റ്റ് ആണ് നിങ്ങൾ എടുത്തിട്ട് തരാനുള്ളത്. തീർച്ചയായിട്ടും. കേൾക്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ യെസ് പറയുള്ളൂ. ട്രൂ, വെരി ട്രൂ. ഇവിടെ പിടിച്ചായിട്ടില്ല.
അതെല്ലാരും എക്കോ ഇതിനകത്തിൽ ഭയങ്കര എലക്വന്റ് ആയിരിക്കും. കാരണം എല്ലാവർക്കും അവനവന്റേതായിട്ടുള്ള സ്പെസിഫിക് ഭയങ്കര സ്ട്രോങ് അഭിപ്രായമുള്ള ആൾക്കാരാണ് ഇതിനെക്കുറിച്ച്. സോ യെസ്, ട്രൂ, വെരി ട്രൂ. യെസ്, കമ്മിങ് ബാക്ക് ടു എക്കോ, പറയൂ എന്താണ് ഇനിയും നമുക്ക് എക്കോന്റെ ആഡ് ചെയ്യാൻ? എക്കോ നമുക്ക് ഫൈനലായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒരു റേറ്റിംഗ് കൊടുത്ത് നിർത്താം. എക്കോയ്ക്ക് കിഷ്കിന്ധാണത്തിനും ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുത്ത് നിർത്താം. ഔട്ട് ഓഫ് കിഷ്കിന്ധ 10 നമ്മൾ ഓൾറെഡി ഔട്ട് ഓഫ് 10 വേണോ ഔട്ട് ഓഫ് 5 വേണോ? ഔട്ട് ഓഫ് ലൈക്ക് 10 5 ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് 10 തോന്നുന്നത്. 10 is like അല്ലല്ല 10 ആണ് ബെറ്റർ. കാരണം 5 ഭയങ്കര ഷോർട്ട് റേഞ്ച്. 10 ആണ് ബെറ്റർ. ഞങ്ങളങ്ങനെ റേറ്റിംഗ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. കൊടുത്തിട്ടില്ല. പിന്നെ ബട്ട് കൊടുത്തു തുടങ്ങാം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ നമുക്കൊരു ഒരു അത് നമുക്ക് വേണം. ഇതിന്റെ വെറൈറ്റി കൊടുത്തു തുടങ്ങാം. നമുക്ക് ഇതിന്റെ കൊടുത്തു തുടങ്ങാം. അത് നല്ലതല്ലേ? അതിപ്പോ 10 കൊടുക്കാൻ പറ്റുമോ ഓണത്തിന്? 10 ഒരു കൊടുത്ത കുഴപ്പമില്ല, ഇതിലും നമ്മള് 10 മുകളിലൊരു പടം കൊടുക്കേണ്ടി വരില്ലേ? 10 കൊടുത്ത ഇതിലും മുകളിലൊരു പടം ഇല്ലെന്നാണ് അർത്ഥം. ഓ അല്ല, ദിസ് അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വക പരിപാടിക്ക് അപ്പൊ നിൽക്കാത്തത്. അപ്പൊ 10 കൊടുക്കല്ലേ? 10 കൊടുക്കായിരുന്നു അവൻ. അത് ഇപ്പൊ ശരി. ഒരു പടം എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്തു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ആ അപ്പൊ എനിക്ക് വേണമെങ്കിൽ വിരോധ എനിക്ക് 10 കൊടുക്കും. കൊടുത്തു. നിങ്ങള് കൊടുക്കുന്നത് 10 കൊടുത്ത എന്ത് പറയാനാ? അതാണ് എനിക്ക് അതാണ് പെട്ടെന്ന് ഞാൻ നമ്മുടെ പറഞ്ഞത്. നമ്മുടെ ലിറ്ററേച്ചറിന്റെ മാർക്കിംഗ് സ്കീം ഓർമ്മ വന്നേ. അതായത് ഞങ്ങൾക്ക് ഒരിക്കലും ഫുള്ള് കിട്ടത്തില്ല, ആ ഫുള്ള് ഇടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാധനം ഉണ്ട്. അതെനിക്ക് പറ്റത്തില്ല. സ്കൂളിലൊക്കെ ആ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലാംഗ്വേജസിന് ഫുൾ മാർക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്ന സാധനം. പെട്ടെന്ന് അതാ അത് ഓർമ്മ അതാണ് വന്നു. എനിക്ക് റേറ്റിംഗ് സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ലാത്തത്. നോ മൂവീസ് 10. അപ്പൊ ഞാൻ എല്ലാ പറയട്ടെ, സിനിമയ്ക്കകത്തും എനിക്ക് ഇന്ത്യൻ പ്രശ്നമുണ്ട്. 2 10 ഔട്ട് ഓഫ് 10 ആണ്. ഭയങ്കരമായിട്ട് ആ എൻജോയ് ചെയ്ത് കണ്ട. പക്ഷെ നാട്ടുകാർക്ക് അങ്ങനെയല്ല. അതാ പറഞ്ഞേ. ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് എക്കോയ്ക്ക് 10 ഔട്ട് ഓഫ് 10 അല്ല. അതിപ്പോ ഏതെങ്കിലും ബാലയ്യ പടം ഒക്കെ ആയിരിക്കും 10 ഔട്ട് ഓഫ് 10 കൊടുക്കണമെങ്കിൽ. എന്താണ് ബട്ട് ഒരു എക്കോ ഇനിയിപ്പോ 10 കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു അങ്ങനെ 10 കൊടുക്കാൻ നിങ്ങൾക്ക് ആ മൂവി പെർഫെക്റ്റ് ആണെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരു മൂവി പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ 10 കൊടുക്കാം. എനിക്കങ്ങനെ ഐ പ്രത്യേകിച്ച് തിങ്ക് അങ്ങനെ ഐ ഒരു ഗോ നെഗറ്റീവ് ആയിട്ട് വിത്ത് അങ്ങനെ ഒന്നും. ഞാനൊരു 9 അല്ലെങ്കിൽ 8.5 9 ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. ആ 8.5. ഒബിയസ്ലി എന്നാ അത് പിന്നെ കൊടുക്കാം. അത് എന്നാ ഞാനും 8.5. അത് ശരി. കിഷ്കിന്ധാണ്ടത്തിനും റേറ്റ് കിഷ്കിന്റെ ചെയ്തു. കാണ്ടത്തിന് എനിക്ക് കിഷ്കിന്ധാണ്ടത്തിന് കുറച്ചുകൂടെ ഞാനൊരു കുറവാണ്. 9 8 കൊടുക്കാം. കൊടുക്കത്തുള്ളൂ. ഒരു ശരി. എനിക്കത് കുറച്ചും കൂടെ കുറവായിരുന്നു. 8 ആൻഡ് ദിസ് ഇസ് 8.5. ഇത് 9 ആണെങ്കിൽ ദാറ്റ് വിൽ ബി 8.5. അങ്ങനെ ഒരു പടിക്ക് ആ ഒരു മറ്റേതിനേക്കാളും മികച്ച. എക്സ്ട്രാ എന്നെ കുറച്ച് എന്താ പറയുന്നത്, ഇപ്പം കിഷ്കിന്ധാകാന്ഡം നമുക്ക് അങ്ങനെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ ഒരു 0.5 കൂടെ ഇട്ടൊരു 9 കൊടുക്കുകയാണ്. അവരുടെ ആ ഒരു പെർഫോമൻസസിന് വേണ്ടി. ഇതിൻ്റെ അകത്ത് പെർഫോമൻസസ് മോശമല്ല, പക്ഷെ എന്നാലും ഒരു കുടുംബം മൊത്തം ഇങ്ങനെ ഒരു വൃത്തികെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇതൊക്കെ ആലോചിക്കുമ്പോൾ പാവങ്ങളല്ലേ, അവർക്കൊരു എക്സ്ട്രാ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ പട്ടികളെല്ലാം കൂടെ ഈ അവസ്ഥയിൽ കടന്നു പോകുന്നു അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കിഷ്കിന്ധ 9, ഇതിന് 8.5. ഫോർ മീ അത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. ഇത് 9, അത് 8.5. അല്ലെങ്കിൽ എനിക്ക് 9 ഇല്ല, 8ഉം 8.5. കിഷ്കിന്ധാകാന്ഡം is 8 and this is 8.5 for me. അങ്ങനെ പറയാം. എനിക്കും അത് തന്നെ, പക്ഷെ ഫ്ലിപ്പ് ചെയ്ത് 8.5 ഫോർ കിഷ്കിന്ധാകാന്ഡം, 8 ഫോർ അങ്ങനെയാണ് നിങ്ങളെക്കാളും കൂടുതൽ ധാരണ. അതാണ് നമുക്ക് ഈക്കോനെ കുറിച്ചുള്ളത്. ആൻഡ് ഐ ബിക്കം അത് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ. ഐ ബിക്കം എ ഫാൻ ഓഫ് സന്ദീപ്. സോ അത് ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയുടെ, സന്ദീപ് നല്ല പുള്ളിയുടെ പേര് അല്ലെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. യെസ്. അപ്പൊ എനിക്ക് പുള്ളിയുടെ എന്താണ്, ഞാൻ ഫസ്റ്റ് പുള്ളിയുടെ ഫാൻ ആയത് ഈ പടത്തിലല്ല, മറ്റേ പടക്കളമാണ്. പടക്കളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ടു. ഇറ്റ്സ് വെരി ഇംപ്രസീവ്. കാരണം സീനിയർ ആക്ടേഴ്സിനെ ഓവർ പവർ ചെയ്യാനുള്ള ഒരു രീതിയിൽ ഉള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന് അതിനകത്തിൽ. ഇറ്റ് വാസ് എക്സ്ട്രോർഡിനറി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് ഇതില് എക്കോ എന്നുള്ള പേരെങ്ങനെയാ വന്നതെന്ന് ഞാൻ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ അറിഞ്ഞ അതിന്റെ ആ ഒരു മീനിങ് എന്നുള്ളൊരു അതിന് മീനിങ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കറക്റ്റ് ആയി എന്നുള്ള രീതിയിൽ. എന്നാലും ഞാൻ ആലോചിച്ചു എന്തിനായിരിക്കും എക്കോ എന്നുള്ള പേര് വന്നതെന്നുള്ള രീതി. അപ്പം അപ്പൊ അതാണ് നമുക്ക് ഫിലിമിനെ കുറിച്ച് ഉള്ള എന്താണ് പറയാനുള്ള കാര്യം. ആൻഡ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ്
വന്നൊരു കമന്റ് ആയിരുന്നു. എക്കോ ചെയ്യാവോ എന്ന് ചോദിച്ചു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു കമന്റ് ഇട്ടായിരുന്നു. ആൻഡ് ദെൻ ദിസ് എപ്പിസോഡ് ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ യു ഫോർ റെസ്പോണ്ടിങ് ടു അസ്. നമ്മൾ ഇനിയും നല്ല നല്ല എപ്പിസോഡ്സുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു അസ് until we meet again the next time. This is me, UDC Kumari, signing out with Mr. Digambaran and Padmasri Dr. Saraj Kumar. Bye.